എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കാൻ മനസ്സിനെ മനസ്സിലാക്കുന്നത് ആരാണ്? മനസ്സിനെ മനസ്സിലാക്കുന്നത് മനസ്സ് തന്നെയാണ്. അതൊരു കൺഫ്യൂഷനായിട്ട് തോന്നാം. എന്നാൽ ഉയർന്ന മനോതലമുള്ള മനസ്സിനും യഥാർത്ഥത്തിൽ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ ആരാണ് മനസ്സിനെ മനസ്സിലാക്കുന്നത്? നമ്മുടെ മനോതലം ഉയരും തോറും നമ്മുടെ മനസ്സിൽ നടക്കുന്ന പ്രക്രിയകൾ, അതായത് നമ്മുടെ മനസ്സിൽ എന്തെല്ലാമാണോ സംഭവിക്കുന്നത് അതിനെയെല്ലാം നമുക്ക് തിരിച്ചറിയാനാണ് സാധിക്കുന്നത്. അപ്പോൾ ഉയർന്ന മനസ്സ് ഈ മനസ്സിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം തിരിച്ചറിയിപ്പിച്ച് തന്ന് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ ആ ഒരു ശുദ്ധബോധമാണ് നമ്മളിലുള്ള ആ മനസ്സിൻ്റെ ഈ പ്രവർത്തനങ്ങളെയും മനസ്സിനെയെല്ലാം കാട്ടിത്തന്ന് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്, നമ്മുടെ സ്വാഭാവികതയിലേക്ക് എത്തിക്കുന്നത്. ഇത് ഔദൂജി രചിച്ച ശൂന്യമായ വാക്കുകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്ത ചിന്തയാണ്. ഈ ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് വളരെ പുരാതനമായിട്ടുള്ള നമുക്കെല്ലാം ഈ വിവേകാനന്ദ സ്വാമികളിലൂടെ പ്രസിദ്ധമായ കന്യാകുമാരി ജില്ലയിലാണ് നമ്മളിന്നിപ്പോൾ ഉള്ളത്. കന്യാകുമാരി ജില്ലയിലെ വെള്ളിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്വാമി വിവേകാനന്ദനെ നമുക്ക് ഭാരതീയർക്ക് ഒരു അഭിമാനം കൊള്ളുന്ന ഒരു മഹാത്മാവാണ്. കാരണം ഭാരതത്തിൻ്റെ മഹത്വത്തെ ലോകമെമ്പാടും അറിയിച്ച, ഭാരതത്തിൻ്റെ ഋഷി പാരമ്പര്യത്തെ അറിയിച്ച ഒരു മഹാത്മാവാണ്. അങ്ങനെയുള്ള മഹാത്മാവിൻ്റെ പേരിലുള്ള ആശ്രമത്തിലാണ്, ശ്രീ വിവേകാനന്ദ ആശ്രമത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്, വെള്ളിമലയിലെ. നമ്മളോടൊപ്പം ഉള്ളത് ഈ ആശ്രമത്തിലെ മഠാധിപതിയായിട്ടുള്ള സ്വാമി ചൈതന്യാനന്ദജിയാണ്. നമുക്ക് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്തേ സ്വാമിജി. നമസ്തേ സ്വാമിജി, അങ്ങയുടെ ബാല്യകാലത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം, ഇതെല്ലാം ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഹരി ഓം. ഞാൻ ജനിച്ചത് ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ ആ ചുറ്റുപാടിനിടയ്ക്ക് എൻ്റെ പൂർവാശ്രമ ബന്ധുവിൽ ഒരാൾ എന്നെ RSS ശാഖായിലും വിളിച്ചിട്ട് പോയി 7 വയസ്സിൽ, 1967. അതിനുശേഷം ഞങ്ങൾ സിറ്റിയിൽ വന്നു. സിറ്റി എന്ന് വെച്ചാൽ ഒരു ചെറിയ സിറ്റി. അപ്പോൾ അവിടെ 8 വയസ്സിലവിടെ വന്നു. അപ്പോൾ അത്ര നമുക്ക് ആത്മീയമായിട്ടുള്ള ഇതില്ല. ശാഖ പോയി 1 കൊല്ലം തന്നെ അവിടെ ഇരുന്ന് തിരിച്ച് ഇവിടെ ടൗണിൽ വന്നതുകൊണ്ട് അത്ര ഒരു ഇതില്ല. 72 പൂർവാശ്രമ അച്ഛൻ്റെ അച്ഛൻ ഒന്ന് പറഞ്ഞു, അവിടെ ഒരു സ്ഥലത്തിൽ ഒരു കെട്ടിടത്തിൽ വെച്ച് മതപഠന ക്ലാസ് നടക്കുന്നു, നീയും പോകണമെന്ന് പറഞ്ഞു. അപ്പം വീട്ടിലുള്ളവർ അനുവദിച്ചുകൊണ്ട് അവിടെ പോയി. അവിടെ 1972 ആ മതപഠന ക്ലാസ് ആരംഭിച്ച് 4ാമത്തെ ആഴ്ച ഞാൻ പോകുന്നു. ആഴ്ചയ്ക്ക് 1 ദിവസം ക്ലാസ്. അവിടെ പോയപ്പോൾ അവിടെ നമുക്ക് മതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പാട്ടുകളിലൊക്കെ പറഞ്ഞു തന്നു. അത് എല്ലാ ആഴ്ചയും തുടർന്ന് പോകും, മുടക്കാതെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഇവിടെ എൻ്റെ ഗുരുസ്വാമി ശ്രീമത് സ്വാമി മധുരാനന്ദജി മഹാരാജ്, അതുപോലെ എനിക്ക് പാഠം എടുത്തതൊക്കെ ശൈവക്കുരുസിൽ രാമചന്ദ്രപിള്ള സാറെന്ന് പറയും, അവരൊക്കെയാണ് ഞങ്ങൾക്ക് മതപഠന ക്ലാസ് എടുത്തത്. അതിൽ ചെല്ലം സാറെന്ന് പറയും. ചെല്ലം അദ്ദേഹത്തിന് പിന്നീട് അവർ ഗവൺമെൻറ് ജോലിയിലിരുന്നുകൊണ്ട് ശക്തിവേൽ എന്ന് പേര് മാറ്റി വെച്ച് ചെയ്തുകൊണ്ടിരുന്നു, ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഇവരുടെ ഇതൊക്കെ ക്ലാസ്സൊക്കെ കേട്ടതുകൊണ്ട് ആത്മീയത്തിൽ കുറച്ച് നാട്ടമുണ്ടായി. പക്ഷേ 7 വയസ്സിലെ ഷാഗായ്ക്ക് പോയതുകൊണ്ട് അവിടെയും
1978 അവിടെ ശ്രീ പെരുമാൾ കോവിലിന് ഒന്ന് തുടങ്ങി, പ്രതിഷ്ഠയായി. അതിനു മുമ്പുള്ള അത് പഴയകാലത്ത് ക്ഷേത്രമാണ്, പക്ഷേ പലരും അത് അടിച്ചുടച്ച് പൊട്ടിച്ചിട്ടിരുന്നു മാറ്റുമസ്തർ. അതിനെ ഈ ഹിന്ദു സഹോദര ഇയക്കം എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടായി. അവരെല്ലാം ചേർന്ന് ആ ക്ഷേത്രത്തിനെ തിരിച്ചു പുനർനിർമ്മാണം ചെയ്തു. ആ ക്ഷേത്രം 1978 പ്രതിഷ്ഠയായി. അപ്പോൾ 78 അവിടെ ഷാഗായി നടന്നു. അപ്പോൾ അതിൻ്റെ ഷാഗായുടെ മുഖ്യ ശിക്ഷക്കായിട്ടിരുന്നു. അപ്പോൾ ഷാഗായിക്ക് വരുന്ന അവിടുത്തെ അധികാരികളൊക്കെ വരുമ്പോൾ വീട്ടിലാണ് താമസിക്കും. രാത്രി അവർ താമസിക്കുകയാണെങ്കിൽ വീട്ടിൽ താമസിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഇത് കണ്ടിട്ട് രാമഗോപാൽജി, സൂര്യനാരായണ റാവുജി, എൽ ഗണേശൻജി ഇവരൊക്കെ വരും. അവരുടെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പ്രചാരക്കായിട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ രാമഗോപാൽജി അടുത്ത് പറയുകയും ചെയ്തു, ഞാൻ ഇനി പ്രചാരക്കായിട്ട് വരാമെന്ന്. അത് ശരിയാണ്, പഠിത്തം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ 11ാം ക്ലാസ്, അപ്പോൾ 11ാം ക്ലാസ് SSLCയുടെ അത് കഴിഞ്ഞിട്ട് PUC കഴിഞ്ഞ അപ്പോൾ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മതപഠന ക്ലാസ്സിൽ പോകും, ഈ ക്ഷേത്രം പോയിക്കൊണ്ടിരിക്കും. അത് PUC കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകാനുള്ള ഒരുക്കമായി, അതിനൊക്കെ തയ്യാറായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു മെനഞ്ചസ്റ്റിക് ടൈഫോയിഡ് വന്നു. അപ്പോൾ ടൈഫോയിഡ് വന്നു. അതിൽ ആശുപത്രിയിലിരുന്ന് തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ്റർവ്യൂ പോയിട്ട് ഒന്നും ശരിയായിട്ട് പറഞ്ഞില്ല. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടിയില്ല. പക്ഷേ ഇതൊക്കെ ദൈവാനുഗ്രഹം തന്നെ വിചാരിക്കുന്നു. അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിരുന്നെങ്കിൽ ഞാൻ ഒരു എഞ്ചിനീയറായിട്ട് പോയിരിക്കും. പക്ഷേ അത് കിട്ടാത്തത് ഒരു ദൈവാനുഗ്രഹം. അതും PUCയിൽ എനിക്ക് മാർക്ക് കുറയാൻ കാരണം ഇതൊക്കെ ദൈവം തന്നെ അത് ഈ വഴിക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിനൊരു നല്ല ഇതാണ്. ഞാൻ ക്ലാസ്സിൽ എനിക്ക് ആൽഫാബറ്റിക് ഓർഡർ പടി എൻ്റെ പേരിൽ നിന്ന് ഒടുവിലത്തെ നമ്പർ V ആണ് ആദ്യത്തെ എടുത്തത്, അതുകൊണ്ട് ഒടുവിലത്തെ സീറ്റ്. അപ്പോൾ പ്രൊഫസർ പറയും, ഞാൻ ആളും കട്ടയാ, സീറ്റും ഒടുവിലത്തെ സീറ്റ്. എനിക്ക് ബോർഡ് ശരിക്കും കാണില്ല, അടുത്തിരിക്കുന്ന പയ്യൻ്റെ ഇത് വെച്ച് തന്നെ ഞാൻ എഴുതുന്നു. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ തന്നെ കാണുമെന്ന് വിചാരിച്ചത് എന്തോ ഇത് തെറ്റില്ല, അത് ഭഗവാന്റെ നിശ്ചയം. അപ്പോൾ അതുകൊണ്ട് എന്തായി, കുറച്ച് മാർക്ക് കുറഞ്ഞെന്ന് ഏകദേശം 80% അടുത്തുണ്ട്. പക്ഷേ ആ എഞ്ചിനീയറിംഗ് കോളേജിന് പോകാനുള്ളതിന് മാർക്കിൽ 4 മാർക്ക് കുറഞ്ഞു. പക്ഷേ അത് ഇൻ്റർവ്യൂവിൽ പോയി കിട്ടിയിരുന്നതാണെങ്കിൽ പോയിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂ ഇങ്ങനെയായി, ആശുപത്രിയിലിരുന്നേ പോയി ഇൻ്റർവ്യൂ പോയിട്ട് ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റായി. അതുകൊണ്ട് അത് കിട്ടിയില്ല. അപ്പോൾ ആ PUC ഈ അസുഖമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ തിയേറ്ററിൽ സിനിമ പാക്കാൻ പോയി. അപ്പോൾ തിരുവനന്തപുരത്ത് ബന്ധുക്കൾ വന്നിരുന്നു. അവരുടെ കൂടെ പോയപ്പോൾ തന്നെ മനസ്സിലായി, ബാൽക്കണിയിലായിരുന്നു നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി കണ്ണിന് പ്രശ്നമുണ്ടെന്ന്. കണ്ണ് ഷോർട്ട് സൈറ്റാണ്, അതുകൊണ്ടാണ് ബോർഡ് കാണാത്തത്. അപ്പോൾ ഭഗവാൻ തന്നെ ഈ അസുഖത്തിനെ കൊടുത്ത് ആർക്കും കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജ് തടഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പ്രചാരക്കായിട്ട് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അവിടെ മതപഠന ക്ലാസ്സിൽ എൻ്റെ കോളേജ് മറ്റും സ്കൂൾ മറ്റും എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ആത്മീയത്തിനാൽ നാട്ടം അധികം. അതുകൊണ്ട് ആ സ്വാമി മധുരാനന്ദ സ്വാമി അവിടെ വന്ന് ക്ലാസ് എടുക്കും, ഞങ്ങളുടെ ഗുരുസ്വാമി. അപ്പോൾ ഈ സന്യാസിമാരുടെ അടുത്തൊന്നും അത്ര വലിയ ഇതില്ല. അതിൽ RSSകാർ തന്നെ വളരെ ത്യാഗം ചെയ്യുന്നുണ്ട്, നാട്ടിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആ സുഹൃത്ത് തന്നെ പറഞ്ഞു, ഇല്ല, സന്യാസിമാരും ത്യാഗം ചെയ്യുന്നുണ്ട്, സന്യാസിമാരും ത്യാഗം ചെയ്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതിന് ശേഷം കുറച്ചൊരു ഇത് ഉണ്ടായിരുന്നു. പക്ഷേ സ്വാമിയെ പോയി നമസ്കരിക്കുകയെല്ലാം ചെയ്യും, എന്നാലും വലിയ ബഹുമാനമൊന്നുമില്ല. എല്ലാവരും നമസ്കരിക്കുന്നു, ഞാനും നമസ്കരിച്ചു, അത്രയേ ഉള്ളൂ. ഈ ആസ്പത്രിയിൽ വീട്ടിൽ വന്നതിന് ശേഷം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്ര പ്രതിഷ്ഠയാകുന്ന ഏപ്രിൽ 18-ാം തീയതി ഓർമ്മ, 1978 പ്രതിഷ്ഠയാകുമ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ ഈ മതപഠന ക്ലാസ്സിലൊക്കെ ലീഡറായിട്ടിരുന്നതുകൊണ്ട് കുറച്ച് എനിക്ക് ഈ ചുമതല കുറച്ച് തന്നിരുന്നു. ഇത് അക്കൗണ്ട് ക്യാഷ് വാങ്ങിക്കുന്നതും കൊടുക്കുന്നതൊക്കെ വരവ് ചിലവ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ കുറച്ച് സ്വാധീനമുണ്ട്. പ്രതിഷ്ഠ അപ്പോൾ ഭയങ്കര തിരക്കായിട്ടിരുന്നു. ഞാൻ പോയപ്പോൾ എല്ലാവരും വിട്ടു. നേരെ പ്രതിഷ്ഠ ആകുമ്പോൾ ഭഗവാന്റെ പോയി പെരുമാഴ.
പോയി നിന്നു. അപ്പോൾ പെരുമാളുടെ അടുത്തിരുന്ന് ഏതോ ഒരു ശക്തി പ്രതിഷ്ഠ ആകുമ്പോൾ ഒന്ന് എന്നുള്ളിൽ പോയ ഒരു 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 ചെറിയൊരു അങ്ങനെ ഒരു ദർശനം കിട്ടി. അന്ന് തന്നെ ഇവിടെ വരുമ്പോൾ, അപ്പോൾ ഞാൻ അസുഖമായിട്ട് കിടന്ന് വിളിച്ചതിൽ ഇപ്പോൾ മധുരാന സ്വാമി ചോദിക്കുന്നു, സുഖം തന്നെയല്ലോ എന്ന് ചോദിച്ചു, തമിഴിൽ ചോദിച്ചു, നല്ല ഇറക്കിയ ആഫീസിൽ. ആ വാക്കും കൂടെ എന്തോ ഏറ്റു. അതിനുശേഷം നേരെ ആത്മീയത്തിൽ മാറി. അത് തന്നെ ആ പ്രതിഷ്ഠ തന്നെ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. അതിന് മുമ്പേ ക്ലാസ്സിൽ 72 നിന്ന് ക്ലാസ്സിൽ പോയിരുന്നുകൊണ്ട് അവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാമായണ മഹാഭാരതം വേറെ രാമകൃഷ്ണദേവൻ വേദസ്വാമി കുറിപ്പിച്ചൊക്കെ അവർ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആത്മീയ നാട്ടം വന്നത് ആ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ്. അപ്പോൾ അതിന് ഒരു മുഖ്യമായിട്ട് കാരണം ആ സുഹൃത്ത്. അദ്ദേഹം ഇപ്പം സന്യാസിയായി രാമകൃഷ്ണ മഠത്തിലിരുന്നു. പിന്നെ ഇപ്പോൾ രാമകൃഷ്ണ മഠത്തിലിരുന്ന് വിട്ട ഇപ്പോൾ തിരുവണ്ണാമലയിലിരിക്കുകയാണ് സുഹൃത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതും ഉള്ളതുകൊണ്ട് 1978 ഏപ്രിലിൽ പ്രതിഷ്ഠയായി. ജൂലൈ ഗുരുപൂർണിമയുടെ സ്വാമിയെടുത്ത് മന്ത്രദീക്ഷ വാങ്ങിച്ചു. അതിനുശേഷം വീട്ടിൽ അവർക്ക് ഞാനിങ്ങനെ വരുന്നതിൽ ഇഷ്ടമില്ല. അവർക്ക് ഇതൊക്കെ, അതായത് പൊതുവായിട്ട് ഹിന്ദു മതത്തിലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ സന്യാസിയായ അതോ ഭിക്ഷ എടുക്കുന്നവനാണ്, അല്ലെങ്കിൽ ഇത് ജോസ്യം നോക്കുന്നതാണ് എന്നൊക്കെ അല്ലേ വലിയ. അത് തന്നെ വീട്ടിലുള്ളവർക്ക് അത് തന്നെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അതും ഒരു അഡ്വക്കേറ്റിൻ്റെ പയ്യൻ ഇങ്ങനെ പോകുന്നത് ശരിയല്ല, അത് അവിടെ ലീഡിങ് ലായറാണ്, അദ്ദേഹത്തിൻ്റെ പയ്യൻ ഇങ്ങനെ പോകുന്നത് ശരിയല്ല. അവർക്കത് ഒരു എന്ത് പറയാത്, ഒരു അത് ഒരു കുറച്ചൽ പോലെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ ക്ഷേത്രത്തിൽ ദിവസം പോകും. അപ്പോൾ 3ാമത്തെ കൊല്ലം പഠിക്കുമ്പോൾ, ഡിഗ്രി BSc ഫിസിക്സ് 3ാമത്തെ കൊല്ലം പഠിക്കുമ്പോൾ ഇവൻ ദിവസം കോവിലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവനെ കൊണ്ട് ഹാസ്റ്റലിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് എന്നെ 3ാമത്തെ കൊല്ലം ഹാസ്റ്റലിൽ കൊണ്ട് ചേർത്തപ്പോൾ അത് എനിക്ക് വളരെ സൗകര്യമായിപ്പോയി. എന്തെന്ന് വെച്ചാൽ മധുരാൻ സ്വാമി നാഗൂറില കോളേജ്, നാഗൂറിൽ മധുരാൻ സ്വാമി വരുമ്പോൾ ഞാൻ ഈ ഹാസ്റ്റലിൽ ഞാൻ മിണ്ടാതിരിക്കും. മറ്റേ പയ്യന്മാരെ പോലെ ഒന്നും ശല്യമൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഹാസ്റ്റൽ സബ് വാർഡനാണ് എപ്പോഴും ഇരിക്കുന്നത്. വാർഡൻ എപ്പോഴും ഇരിക്കും തന്നെ വരും. സബ് വാർഡൻ എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. ക്രിസ്റ്റീന എന്തായാലും എന്നെ അപ്പോഴേ അവർ സ്വാമി തന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പെർമിഷൻ ചെന്ന് ചോദിക്കണമെന്ന് വേണ്ട, ഫാമിലി എഴുതി വച്ചിട്ട് ഞാൻ പോകാം. അത്ര ഒരു സ്വാതന്ത്ര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ലീവ് വരുമ്പോൾ വീട്ടിൽ പോകണമെന്ന് എഴുതി വെച്ചിട്ട് നാഗൂറിൽ സ്വാമി വരുമെന്ന് പറഞ്ഞാൽ സ്വാമി അവിടെ പോയി RSS കാര്യാലയത്തിൽ പോയി താമസിക്കും. സ്വാമി വരുന്ന ക്ഷേത്രത്തിൽ പോയി കാണും. അപ്പോൾ സ്വാമി എടുത്തായിരുന്നു. ചില പ്രാവശ്യം എന്താകും പോകുന്നു, വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് ഇവിടെ വരും. ബസ്സിൽ കയറി ഇവിടെ വന്നേക്കും. ആശ്രമത്തിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് വർക്കിംഗ് ഡേ ആകുമ്പോൾ മൺഡേ അവിടെ പോകും. അങ്ങനെ ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ്. അവരെന്താ സന്യാസിയായി പോകാൻ പാടില്ല എന്നൊക്കെ ഹാസ്റ്റലിൽ വിട്ടു. പക്ഷെ അത് തന്നെ എനിക്ക് ഇതായി. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ കൂടെ പരിചയമുള്ളതുകൊണ്ട് ആ സുഹൃത്ത് തന്നെ മരുത്വാമലയിൽ ഒരു നയിനാർ സ്വാമി എന്നൊരു സ്വാമി ഉണ്ടായിരുന്നു. കന്യാകുമാരിയിൽ മായമ്മ എന്നൊരു ഉണ്ടായിരുന്നു. സോ ഇവിടെയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ പോയി കാണും സ്വാമിയൊക്കെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് വീട്ടിൽ ഭയങ്കര പേടിയാണ്. വീട്ടിലുള്ള അച്ഛൻ്റെ അടുത്തൊക്കെ അടിക്കൊന്നുമില്ല, എന്നാലും ഒരു ഇത് വരും. എനിക്ക് വേണ്ടിയത് എന്തൊക്കെ വേണോ എല്ലാം വാങ്ങിച്ചു തരും. പക്ഷേ അവരുടെ മീറിപ്പോകാനുള്ള ഒരു ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ വരണമെന്ന് പറഞ്ഞു. പക്ഷേ ദിവസം പ്രാർത്ഥന ചെയ്യും. ആ സുഹൃത്തു ആദ്യം ഒരു പടം തന്നു, രാമകൃഷ്ണദേവൻ. ഞാൻ ഈ രാമകൃഷ്ണദേവൻ്റെ പടമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വിവേകാനന്ദ സ്വാമിയുടെ പടത്തിന് വേണ്ടി എനിക്ക് റൂമിൽ വെച്ച് പൂജ ചെയ്തുകൊണ്ടിരുന്നു. ചുമ്മാ പടത്തിന് വെച്ച് പൂ എടുത്ത് വയ്ക്കും. പിന്നീട് മനസ്സിലായത് രാമകൃഷ്ണദേവൻ്റെ മഹിമ, വിവേകാനന്ദ സ്വാമിയുടെ ഗുരു എന്നൊക്കെ. പിന്നെ രാമകൃഷ്ണദേവനെ തുടങ്ങി. അപ്പോൾ ദിവസം പ്രാർത്ഥിക്കും, എന്നെ എങ്ങനെയെങ്കിലും വെള്ളിമലയിൽ കൊണ്ട് ചേർക്കണം. ആ പ്രാർത്ഥനയുടെ ഇതുകൊണ്ടും ആ പേടി പോകാൻ ഒരു കാരണം മരുത്വാമലയിൽ നിന്ന് നയിനാർ സ്വാമി. പോയി കാണുമ്പോൾ അദ്ദേഹം അതൊരു എല്ലാവരും ഒരു ഭ്രാന്തെന്നാണ് വിചാരിക്കും. ചെറിയ കുടിശ ഉണ്ടായിരുന്നു, അതിലായിരുന്നു. പോകുന്നവർക്കൊക്കെ വെളിയിൽ പോയി ചെറിയ കല്ലൊക്കെ എടുത്ത് കൊടുത്ത് തിന്നാൻ പറയും. വിളുങ്ങിയത് വായിൽ വെച്ചെന്നെങ്കിൽ അടി കിട്ടും. ഈ തന്നെയാണ് ചെറിയ ചെറിയ കല്ല്, വേറെ ഒന്നും സംസാരിക്കില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ പിന്നെ ഒരു ദിവസം എന്തായി, എൻ്റെ ബാഗിലിരുന്ന പണത്തിനൊക്കെ കോളേജിൽ പോകുന്ന പയ്യിൽ വെച്ചിരുന്ന പൈസയൊക്കെ എടുത്ത് വെളിയിലെടുത്ത്
ഒരു അവിടെ ഇരുന്ന അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആ അമ്മ എൻ്റെ അടുത്തൊന്നും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, അന്ന് വിട്ടു. അടുത്ത ദിവസം പോകുമ്പോൾ ഇതുപോലെ എടുത്തു കൊടുത്തപ്പോൾ അവർ തന്നപ്പോൾ ഞാൻ വാങ്ങിക്കാൻ കൈ നീട്ടി. വളർന്നൊരടി അടിച്ചു. ശരിക്കും എല്ലാം തലയൊക്കെ കറങ്ങുന്ന പോലെ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് എഴിച്ചു. അദ്ദേഹം എഴിച്ചു നിന്നിട്ട് ചവിട്ടാൻ കാല പോവുകയാണ്. ഞാൻ നമസ്കരിച്ചിട്ട് വെളി വന്നു. മൈരാൻ സ്വാമി അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞത് ഞാൻ അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ട് ഒരു ചവിട്ടും കൂടെ വാങ്ങിച്ചിരുന്നത് നന്നായിരുന്നിരിക്കും, അത് അതൊക്കെ അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ട്. ആ അടി കൊണ്ട് തന്നെ എൻ്റെ പേടി പോയി, വീട്ടിലുള്ള പേടി. അടുത്ത് ഒരു ആഴ്ചയ്ക്കകം ഞാൻ വീട്ടിൽ വിട്ട് വന്നു. അപ്പം തിരിച്ചും അപ്പം എനിക്ക് എന്തെന്ന് വെച്ചാൽ ഈ നയനാർ സ്വാമിയെയും കണ്ടിട്ട് മായമ്മയെയും കണ്ടിട്ട് അവരുടെ ഒരു അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇവിടെ വെള്ളിമലയിൽ വന്ന് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് തീർച്ചപ്പെടുത്തിയിട്ട് പോകുന്നു നയനാർ സ്വാമി എടുത്ത് ഞാൻ ആശ്രമത്തിൽ പോകാൻ പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം സംസാരിക്കില്ല, അദ്ദേഹം തമിഴ് അറിയില്ല, തെലുങ്ക് എന്നോ പറയും അവർ, അതും ഒന്നും സംസാരിക്കില്ല. എന്തൊക്കെയോ സംസാരിക്കും. പിന്നീട് എല്ലാവരും പറഞ്ഞത് അതൊക്കെ ചീത്ത വാർത്തകളാണ്. എല്ലാവരും ശകാരിച്ച് ആരും പോകാതെ വരട്ട് ഉള്ള ഇതാത്. അപ്പോൾ അന്ന് പോയപ്പോൾ ഞാൻ പോകുന്നു, വെള്ളിമലയിൽ പോയി താമസിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ട് ഇവിടെ കൈ കാണിച്ചു. ഞാൻ ഇപ്പം മായമ്മയടുത്ത് പോയിട്ട് ഇവിടെ വരുന്നത്. നിന്ന് ഞാൻ ഇഴിച്ച ഉടനെ ആ ഒരു ചിന്ന വിളക്കിൻ്റെ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ ആ പുക പടിഞ്ഞ ആ പുകയെടുത്ത് കയ്യിൽ വെച്ചിട്ട് അടുത്തിരുന്ന വെള്ളത്തിനെ എടുക്കാൻ പറഞ്ഞു. റൂം ഇത്ര ഒരു 10 അടി തന്നെ. അത് എടുത്തിട്ട് വരുന്ന ഇദ്ദേഹത്തിന് തുപ്പൽ തൊട്ട് ഇതിനെ കുളച്ച് നെറ്റിയിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അതൊരു അനുഗ്രഹം. നേരെ മായമ്മ എടുത്ത് പോയി. അവിടെ പോയാൽ മായമ്മ മൊത്തത്തിൽ മൂടിക്കൊണ്ട് കിടക്കുകയാണ്. ചുറ്റി ഒരു 10-30 പട്ടികളുണ്ട്. അതൊക്കെയാണ്. എനിക്ക് ഒരു ബസ്സിനെ പിടിച്ച് ഇവിടെ വരുമ്പോൾ 12F എന്ന് പറഞ്ഞ് നാവൂരിൽ ബസ്സിൽ സ്വാമി ഇവിടെ ഇരുന്ന് തക്കലിക്ക് ഗീതാ ക്ലാസ് എടുക്കാൻ പോകും വെള്ളിയാഴ്ച. അപ്പോൾ ആ 4 മണി ബസ്സിൽ കയറി ഇവിടെ വരുമ്പോൾ സ്വാമി ആ കുളത്തിൻ്റെ കരയിൽ നിൽക്കും, ബസ് കയറാൻ നിൽക്കും. ഞാൻ ഇറങ്ങി ഞാൻ ആശ്രമത്തിൽ പോകാൻ പോകുന്നു പറഞ്ഞ് ഇവിടെ താമസിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സ്വാമിയുടെ അനുവാദം വാങ്ങിക്കണമെന്ന്. ഒരേ ദിവസം നയനാർ സ്വാമിയുടെയും മായമ്മയും മധുരാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടെ വരണമെന്നുള്ള ആഗ്രഹം. അവിടെ പോയാൽ മായമ്മ ശരിക്കും കിടക്കുകയാണ് കാല്. ഞാൻ അപ്പം വിചാരിച്ചു ഒരു കാലെങ്കിലും വെളിയിൽ കാണിക്കുകയാണെങ്കിൽ അത് തൊട്ട് നമസ്കരിച്ചിട്ട് പോയാൽ എനിക്ക് ബസ് കിട്ടുന്നു. ഉടനെ പെട്ടെന്ന് ഒരു കാല് വെളിയിൽ നമസ്കരിച്ചു. നേരെ ബസ്സും ശരിക്കും ആ 12F കിട്ടി. ഇവിടെ വരുമ്പോൾ കൽപ്പടിക്കുളത്തിൻ്റെ ഇത് സ്വാമി നിൽക്കുന്നു. ആ ബസ്സിൽ കയറിപ്പോകാൻ ഞാൻ ഇറങ്ങി പറഞ്ഞു ഞാൻ ആശ്രമത്തിൽ താമസിക്കാമെന്ന്. പോയിക്കോന്ന് പറഞ്ഞു. സ്വാമി എന്ത് വിചാരിച്ചു പരിപാടി വരുന്നു അല്ലേ. സ്വാമി അവിടെ ക്ലാസ്സൊക്കെ എടുത്തിട്ട് അവിടെ ഒരു ദിവസം 2 ദിവസം ചുറ്റുപാടൊക്കെ പോയിട്ട് അവിടെ തക്കലയാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ എൻ്റെ മതപഠനം ഞാൻ പഠിച്ചത് അവിടെയാണ് ആ ക്ലാസ്സിൽ. അപ്പോൾ അവിടെ ഗീതാ ക്ലാസ് എടുത്തിട്ട് വേറെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച സ്വാമി വരും അങ്ങനെ. അപ്പോൾ അവിടെ ഞാൻ ഇവിടെ വന്ന് ചേർന്നു എന്നുള്ള കാര്യം വീട്ടിൽ അറിഞ്ഞപ്പോൾ സ്വാമി എടുത്ത് അപ്പോൾ ചെല്ലൻ സാറാ ഇതിനൊക്കെ കാര്യങ്ങൾ മതപഠന ക്ലാസ്സൊക്കെ അതുകൊണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ പ്രശ്നമാകും, ഇവിടെ ക്ഷേത്രത്തിൽ പ്രശ്നമാകുന്നു. സ്വാമി വന്ന ഉടനെ പറഞ്ഞു നീ വീട്ടിൽ പോയിട്ട് ഇங்கே இருந்தால் பிரச்சனை ஆகும். இல்லை நான் இங்கே தான் இருப்பேன். ഞാൻ ചോദിച്ചു. സ്വാമി അപ്പോൾ പറഞ്ഞു നീ വീട്ടിൽ പോയി അനുവാദം വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ ഇവിടെ താമസിക്കും, അല്ലാതെ നീ ഇവിടെ താമസിച്ചാൽ പ്രശ്നമാകും. ഇപ്പോൾ സ്വാമിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അത്. നീ അങ്ങനെ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നമാകും. ഞാൻ എവിടെയും പോയി ഞാൻ വേറെ എവിടെയെങ്കിലും പോയിക്കെന്ന് പറഞ്ഞ് എൻ്റെ പോകാൻ പറയുന്നതിന് വരാം. ഞാൻ എവിടെയെങ്കിലും പോകും, നീ എവിടെയെങ്കിലും ഇവിടെ ഇരുന്ന് ഇവിടെ പ്രശ്നമാകും. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി അനുവാദം വാങ്ങിക്കാൻ പോയി. ഒരു അമ്മ എന്തായാലും സമ്മതിക്കില്ല. പിന്നെ ഒരു കണ്ടീഷൻ, എന്താ കണ്ടീഷൻ, അനുവാദം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വെള്ളിമലയിലിരിക്കും, മാസം ഒരു ദിവസം കാണും, 10 കിലോമീറ്ററിന് മാസം ഒരു ദിവസം ഒന്ന് കാണും. ഇല്ലെങ്കിൽ ഞാൻ ഇമയമലയെ എവിടെയെങ്കിലും പോകും, കാണാനേ പറ്റില്ല. ആ ഇത് കണ്ടീഷനിൽ അനുവാദം കിട്ടി ഇവിടെ വന്ന് താമസിച്ചു. അങ്ങനെ ഇങ്ങനെ ആശ്രമത്തിൽ വന്ന് ചേർന്ന്. സ്വാമിജി, അന്ന് മതപാഠനശാലയിൽ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അങ്ങനത്തെ കാര്യാലയത്തിലും ഇതെല്ലാം കൂടെ പോയി പഠിച്ചു.
അങ്ങനെ ആധ്യാത്മികതയിലെ തുടക്കം അങ്ങനെയായിരുന്നു. എന്നാൽ അത് മുന്നോട്ട് പോയപ്പോഴാണ് മധുരാനന്ദ സ്വാമിയുമായിട്ടുള്ളൊരു പരിചയപ്പെടലും അദ്ദേഹത്തിൽ നിന്നും കുറച്ചുകൂടെ ശിക്ഷണങ്ങൾ കിട്ടുകയും ഇതെല്ലാം ചെയ്തത്. പിന്നീട് വെള്ളിമലയിൽ താമസിക്കാനുള്ള ഒരു അനുവാദവും കിട്ടി. അതിനുശേഷം അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇപ്പോൾ 81 വെള്ളിമല വന്ന് ചേർന്നു. 1981 വന്ന് ചേർന്നു. അപ്പോൾ ഇവിടെ ആശ്രമത്തിൻ്റെ ഇത് ആശ്രമം തുടങ്ങിയത് 1940 വേദാന്താശ്രമം തുടങ്ങിയത്. അത് തുടങ്ങിയ സ്വാമിയുടെ പേര് അംബാനന്ദജി മഹാരാജ്. സ്വാമി ശാരദാദേവിയിൽ നിന്ന് മന്ത്രദീക്ഷ വാങ്ങിച്ച സ്വാമിയാണ്. അതുപോലെ അതിൻ്റെ അടുത്ത് സന്യാസം വാങ്ങിച്ചത് കേരളത്തിലൊക്കെ രാമകൃഷ്ണ മിഷൻ തുടങ്ങിയ നിർമ്മലാനന്ദ സ്വാമി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ സന്യാസം. പക്ഷേ നിർമ്മലാനന്ദ സ്വാമി രാമകൃഷ്ണ മിഷനിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ അംബാനന്ദ സ്വാമിയും മിഷനിൽ നിന്ന് വെളിയിൽ വന്ന് ഇവിടെ കന്യാകുമാരി ജില്ലയിൽ വന്ന് താമസിച്ചിരുന്നു. അപ്പോൾ ഈ ആശ്രമത്തിൽ ഈ ഇടത്തിൻ്റെ സ്വന്തക്കാരും വേറെ 3-4 പേര് ചേർന്ന് പോയി അവിടെ പോയി സ്വാമി എടുത്ത് ഇവിടെ വന്ന് ആശ്രമം തുടങ്ങണം, ഞാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞ് ശിവശങ്കരൻ നായർന്ന് അടുത്തുള്ള ആൾ തന്നെ 4 ഏക്കർ സ്ഥലവും കൊടുത്തു. അദ്ദേഹം ഇവിടെ ആശ്രമത്തിൽ ചേർന്നു. അദ്ദേഹം പിന്നെ കുറച്ച് ദിവസം ക്യാൻസർ ഒന്നും മരിച്ചു. അദ്ദേഹം അതുപോലെ കുമാരദാസ് എന്നൊരു കൂടെ യങ്സ്റ്ററും കൂടെ ഉണ്ട് ആ കൂട്ടത്തിൽ. അദ്ദേഹം പിന്നീട് അംബികാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് പാർവതീപുരത്തിൽ ആശ്രമം വെച്ച് അവിടെ ഇരുന്നു. ഇപ്പോൾ ഇവരൊക്കെ ചേർന്ന് ഇവിടെ ആശ്രമം തുടങ്ങിയത് 1940. ഇവർ ഈ സ്ഥലം കൊടുത്തു, പക്ഷേ ഇവിടെ വേറെ ഇൻകം ഇല്ല, വളരെ കഷ്ടപ്പെട്ട നിലയിലായിരുന്നു. 1940 മുതൽ 51 അംബാൻ സ്വാമി സമാധിയായി. ഇവിടെ മധുരാനന്ദ സ്വാമി 1945 വന്ന് ചേർന്നു. 51 അംബാൻ സ്വാമി സമാധിക്ക് ശേഷം മധുരാനന്ദ സ്വാമി ചുമതലയേറ്റു. അപ്പോഴത്തെ എല്ലാം വളരെ എന്ത് പറയാൻ, വേറെ ആരും ഇൻകം ഒട്ടുമില്ല എന്ന് തന്നെ വയ്ക്കണം. വെളിയിൽ പോയി നെല്ലൊക്കെ പോയി വീടുകളിൽ പോയി നെല്ല് വാങ്ങിച്ചിട്ട് വന്ന് അത് വെച്ച് അങ്ങനെ ഞങ്ങൾ വന്നതിന് ശേഷം അപ്പം അങ്ങനെ തന്നെ ഇരുന്നു. 81 ഇവിടെ ഒരു 3 പേര് ബ്രഹ്മചാരിയായിരുന്നു, ഞാനും വന്ന് ചേർന്നു. അങ്ങനെ ഞങ്ങൾ 4 പേര് സ്വാമിമാരും മധുരാനന്ദ സ്വാമിയും വേറെ സത്യാനന്ദ സ്വാമി എന്നൊരു സ്വാമി. ഈ അംബികാനന്ദ സ്വാമി അപ്പം വന്നിട്ട് പോകും, അവിടെ ആശ്രമം ഉള്ളതുകൊണ്ട്. ഇങ്ങനെ ഒരു വളരെ കഷ്ടദശയിലായിരുന്നു. ഉടുക്കാനും തുണിക്കും കഷ്ടമാണ്, ആഹാരത്തിനും കഷ്ടമാണ്, അങ്ങനെയുള്ള നിലയിലിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ 4 പേരും ചേർന്ന് ഒരു ആലോചന ചെയ്തു. എന്താലോചന വെച്ചാൽ, നമ്മൾ ഈ ആശ്രമം ഇരിക്കുന്നത് ജില്ലയിലുള്ളവർക്കൊന്നും അറിയില്ല. അത് അറിയിച്ചാൽ ധനസഹായം കിട്ടും, നമ്മൾക്ക് ഇതൊക്കെ ഊണിനും ഡ്രസ്സിനുള്ള പ്രശ്നം വരില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, മധുരാനന്ദ സ്വാമിയുടെ 60ാമത്തെ ഷഷ്ഠ്യബ്ദ പൂർത്തി അതൊരു സോവനീർ ഇടണമെന്ന് പറഞ്ഞ് അതിന് അഡ്വർടൈസ്മെൻ്റൊക്കെ വാങ്ങിച്ച് അതുകൊണ്ട് കുറച്ച് നാട്ടിലുള്ളവർക്ക് അറിയുകയും ചെയ്യും, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് പണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഇതായി ഒരു സോവനീർ ഇട്ടു, മധുരാനന്ദ സ്വാമിയുടെ ഷഷ്ഠ്യബ്ദ പൂർത്തി എന്ന് പറഞ്ഞിട്ട് അത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാട്ടിലുള്ളവർക്ക് അറിഞ്ഞു. പക്ഷെ മധുരാനന്ദ സ്വാമി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആരുടെ ഈ പണം കേൾക്കാറൊന്നുമില്ല. പക്ഷേ എവിടെ ആത്മീയ ഫംഗ്ഷൻ നടന്നാലും ഈ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സ്വാമി തന്നെ പോയി അവിടെ പോയി ചോദിച്ച് അല്ല കുറച്ച് പേര് ഇരിക്കാൻ പറഞ്ഞ് അവർക്ക് പാട്ട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് സത്സംഗം നടത്തുക, ഇതൊക്കെ ഗ്രാമമായിട്ട് പോയി ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇപ്പോൾ ആദ്യം വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 2 വീലറൊക്കെ വാങ്ങിച്ചു. ആ 2 വീലറിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് പോയാണ്, ഒരു ചെറിയ ഗ്രാമം, കുറച്ച് കഷ്ടപ്പെട്ട് അവിടെ പോകുന്നു. അവിടെ ക്ലാസ് എടുത്തിട്ട് ഞാൻ വിചാരിക്കുന്നു, ഇത്ര ഇൻറ്റീരിയർ ഗ്രാമത്തിലൊക്കെ ഞാൻ വന്നിരിക്കുന്നു, ഇത് കാര്യം ചെയ്യുന്നു എന്നൊരു ചെറിയൊരു അഹങ്കാരം വന്നു. അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലിരുന്നപ്പോൾ ഒരു വയസ്സായ വന്നു. എവിടെ ഇരുന്നാണ് വരുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ വെള്ളിമലയെന്ന്. നിങ്ങൾ ഇരിക്കുന്ന സ്റ്റേജ് വെള്ളിമല സ്വാമി തന്നെ അടിക്കലിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയോ കൊല്ലത്തിന് മുമ്പേ സ്വാമി ഈ ജില്ലയിലുള്ള ഏകദേശം എല്ലാ ഗ്രാമങ്ങളിലും സ്വാമി പോയി നടന്നു പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 2 വീലറിലും കാറിലും പോയി ചുറ്റിക്കൊണ്ട് ഏതോ വലിയ സാധിച്ചു എന്നാണ് വിചാരിച്ചു. പക്ഷേ സ്വാമി അത്ര ദൂരം ചെയ്തുകൊണ്ട് ആ ബേസ് എല്ലായിടത്തും ഉണ്ട്. അത് ഈ ആശ്രമത്തിൻ്റെ ബലം അത് തന്നെ. സ്വാമി ഒരു വില്ലേജിലും പോയി ക്ലാസ് എടുത്തത്, അത് അവരുടെ ഇതിലൊക്കെ
ആരും വിളിക്കണം എന്നൊന്നുമില്ല. ഫംഗ്ഷൻ നടക്കുമെന്ന് അറിഞ്ഞാൽ പോകും. ഞങ്ങളിപ്പോൾ അപ്പോൾ അങ്ങനെയല്ല. വിളിക്കണം, വന്ന് ചോദിക്കണം, ഉത്തരവ് വാങ്ങിച്ചിട്ട് തിരിച്ച് പ്രോഗ്രാം കൊണ്ട് തരണം. എന്ത് ശരിക്കും ഇത് ഉണ്ടെങ്കിൽ അപ്പോൾ നാരായണ സ്വാമി അങ്ങനെയല്ല. ആരുടെ എന്ത് പ്രതീക്ഷയില്ല, പോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി ക്ലാസ്സൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ അപ്പോൾ 51 വന്നു. അതിനു മുമ്പേ ഈ മതപഠന ക്ലാസ് നടന്നുകൊണ്ടിരുന്നില്ലേ ഈ ജില്ലയിൽ പല സ്ഥലങ്ങളിലും. മതപഠന ക്ലാസ് അവരവരുടെ ഇഷ്ടത്തിന് നടത്തിക്കൊണ്ട് അവർക്ക് എന്താ അറിയുന്നത് അത് പറഞ്ഞു. അത് കേരള ദേവസ്വം ബോർഡിൻ്റെ ഇത് ക്ഷേത്രങ്ങളിലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഇത് തുടർച്ചയായിട്ട് ഇവിടെയും എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിൽ അവർക്ക് എന്താ അറിയുന്നോ അത് പറഞ്ഞോളൂ. അപ്പം ഇരിക്കുന്ന ഈ ഹിന്ദു സംഘടനകളൊക്കെ ചേർന്ന് ഒരു സിലബസ് ഉണ്ടാക്കി അതിൽ കീഴിൽ എല്ലാ മതപഠന ക്ലാസ്സും കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അത് 81 ഞാൻ വന്നതിന് ശേഷം തന്നെ അത് ആലോചന നടന്നു, ഇവിടെ വെച്ച് തന്നെ നടന്നു. അപ്പോൾ അതിനൊക്കെ മെയിനായിട്ടിരുന്നത് മരാൻ സ്വാമിയുടെ ഗൈഡൻസ് ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് തക്കലയിലുള്ള ചെല്ലൻ സാർ എന്ന് പറയും. ഞാൻ മുമ്പ് പറഞ്ഞു ചെല്ലൻ സാർ, അദ്ദേഹത്തിൻ്റെ അനിയൻ തന്നെ എന്നെ ഈ ഇതിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ആസുതോഷാനന്ദാണ് തിരുവണ്ണാമലയിലിരിക്കുന്ന സ്വാമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് ഇവിടെ എല്ലാവരും കൂടി ഒരു ചെറിയൊരു സിലബസ് തയ്യാറാക്കി. ആ സിലബസ് തയ്യാറാക്കി അതിന് ക്ലാസ് എടുത്തു. അതിലൊരു എക്സാം നടത്തി. 81 ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ചേർന്നു. എക്സാം നടന്നത് 81 ജൂണിൽ. അപ്പോൾ ആദ്യത്തെ എക്സാം അതാണ്. അപ്പോൾ അതിലൊന്ന് ആര് വേണമെങ്കിലും ചേരാം, ആര് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അത് 2 കൊല്ലം കഴിഞ്ഞതും കുറച്ചുകൂടെ വിചാരിച്ചു എല്ലാവർക്കും ഒരേ ഇത് വരുന്ന പോരാന്ന് പറഞ്ഞിട്ട് ക്ലാസ് വേസ് പിരിച്ചു. 3 സെക്ഷന് 4 സെക്ഷനാക്കി. ആ ഇത്രാം ക്ലാസ് മുതൽ ഇത്രാം ക്ലാസ് പഠിക്കുന്നവർ ആദ്യത്തെ ഇത് എഴുതണം, അടുത്ത അങ്ങനെ ചെയ്യും. പക്ഷേ 84 തിരിച്ചും വരുന്നത് മതം അറിവ് വരുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. ഹിന്ദുവിന് ആർക്കും ഒന്നും അറിയില്ല. എന്തിന് ഭസ്മം ഇടുന്നു, എന്തിന് തോപ്പുകർണം ഇടുന്നു, എന്തിനാ ദീപാരണം തൊട്ട് വണങ്ങുന്നു, ഒന്നും അറിയില്ല, ആർക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ചേർത്ത് മൊത്തം ഒരു ഹിന്ദു എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ 5 പാർട്ടായിട്ട് പിരിച്ചു. തുടക്കനില ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ പ്രഥമ ശ്രേണി, ദ്വിതീയ ശ്രേണി, തൃതീയ ശ്രേണി, ചതുർശ്രേണി, ജ്യോതിശ്രേണി എന്ന് പറഞ്ഞിട്ട് 5ആയിട്ട് പിരിച്ചു. സോ ആരായാലും ശരി, ഏത് വയസ്സിലുള്ളവരായാലും ശരി, ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇരുന്നാലും ശരി, പ്രഥമ ശ്രേണി എഴുതിയാൽ മാത്രമേ ദ്വിതീയ ശ്രേണിക്ക് അനുവദിക്കൂ. അങ്ങനെ 85 ആദ്യം ആ എക്സാം വന്നു. സോ അത് പുസ്തകം അടിച്ചു വാങ്ങിക്കാൻ വളരെ വിഷമിച്ചു. അപ്പോൾ പൈസ ഇല്ലേ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പുസ്തകം അടിക്കുകയാണെങ്കിൽ 1000 കോപ്പിയെങ്കിലും അടിച്ചാൽ തന്നെ അതിൽ കുറച്ചെങ്കിലും ഒരു ലാഭം കിട്ടും. അല്ലെങ്കിൽ അതിന് തിരിച്ചും അടിക്കാൻ പറ്റും. 100 കാപ്പിയായിട്ട് അടിക്കുകയാണെങ്കിൽ ചിലവ് കൂടുതൽ. അപ്പോൾ 1000 കാപ്പി അടിക്കാനുള്ള പണം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഒவ்வொരു ആശ്രമത്തിലും പോയി ചോദിച്ചു, പല ആശ്രമങ്ങളിലും. അവരൊന്നും അതിന് സമ്മതിച്ചില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ 1000 കാപ്പി അടിച്ചു വെച്ചോളണം, ഞങ്ങൾ വേണമെന്നുള്ള സമയം പണം കൊടുത്ത് വാങ്ങിക്കാം, എത്ര ആയാൽ അത് കൊടുത്ത് വാങ്ങിക്കാം. ആരും സമ്മതിച്ചില്ല. പിന്നെ ആദ്യം തൊട്ട് ചെറിയ സിലബസ് വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് അടിച്ചു തന്നു. അതുപോലെ കാഞ്ചിസ്വാമികളും ആദ്യത്തെ ഒരു സിലബസിൽ കുറച്ച് പുസ്തകം അടിച്ചു. പിന്നീട് ഈ മെയിൻ പുസ്തകം വന്നതിന് ശേഷം ചോദിച്ചപ്പോൾ ആരുമില്ല, തിരിച്ചും കാഞ്ചിസ്വാമി അടുത്ത് തന്നെ പോയി. സ്വാമി ജയേന്ദ്ര സരസ്വതി സ്വാമി അടുത്ത് പോയി. അദ്ദേഹം പറഞ്ഞു ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അടിച്ചു തന്നു. ഇത് നിങ്ങൾ വിറ്റ് അതിലിരുന്ന് തിരിച്ചടിച്ചോളാമെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ പുസ്തകം അടിച്ചു തന്നു. ഈ പുസ്തകങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്ത് ഇത്ര ദൂരം വരാൻ മുഖ്യ കാരണം കാഞ്ചിമഠത്ത് സ്വാമി തന്നെ, കാഞ്ചിമഠാധിപതി തന്നെ. അപ്പോൾ അങ്ങനെ ഇത് പ്രഥമ ശ്രേണി, ദ്വിതീയ ശ്രേണി, ചതുർശ്രേണി ഓരോരുത്തരും എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പം ജില്ലയിലൊരു ആദ്യം 81 നടത്തുമ്പോൾ തന്നെ ഒരു 100 മതപഠന ക്ലാസ്സിൽ ഉള്ളവർ ഒരു 10-15 സ്ഥലത്തായിട്ട് എക്സാം നടന്നു. അപ്പോൾ അത് കുറച്ചായിട്ട് ഇതായി, കൂടുതൽ സംഖ്യ കൂടുതൽ, ക്ലാസ്സുകളും കൂടാൻ തുടങ്ങി, ഓർഗനൈസറൊക്കെ ഇടാൻ തുടങ്ങി. ഇപ്പം ഈ ക്ലാസ് എടുക്കുന്നവർ സ്റ്റുഡൻസും ഇരിക്കും, ജോലിയുള്ളവരും ഇരിക്കും. പക്ഷേ അവർക്കൊക്കെ ഒന്നും നമ്മൾ ശമ്പളം ഇല്ല, പണം ആർക്കും കൊടുക്കില്ല. അവരുടെ ചിലവിൽ അവർ പോയി ക്ലാസ് എടുക്കണം. അങ്ങനെയാണ് നമ്മൾ പദ്ധതി വെച്ചിരുന്നു. ആ പദ്ധതി ഉള്ളതുകൊണ്ട് തന്നെ ഇത്ര നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പണം കൊടുക്കുകയാണെങ്കിൽ അത് ശരിക്കും ഇത്ര വരുമോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയം തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഇത് ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോഴൊക്കെ പറയും, എത്ര കോടി രൂപ വന്നാലും നിങ്ങൾക്ക് ഒരു പൈസ തരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തിനു തരണം? നിങ്ങൾ ആർക്ക് വേണ്ടി എടുക്കുന്നു? ഈ മഠത്തിന് വേണ്ടിയല്ല, ഈ ചൈതന്യ സ്വാമിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മതത്തിന് വേണ്ടി, നിങ്ങളുടെ
നാട്ടിന് വേണ്ടി. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് തരണം, ഇവിടെ ആശ്രമത്തിൽ എന്തിനാണ് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ജോലി മാത്രമേ ഞങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്ത ഉണ്ടായി. നമുക്ക് വേണ്ടി, നമ്മുടെ നാട്ടിന് വേണ്ടി, നമ്മുടെ മതത്തിന് വേണ്ടി ഇത് ചെയ്യണം എന്നുള്ള ചിന്ത ഉരുവാക്കിയതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ ഒരു 4000-5000 അധ്യാപകന്മാരുണ്ട്. ഒരു പൈസ വാങ്ങിക്കില്ല, അവരുടെ കയ്യിലിരുന്ന് ചിലവ് ചെയ്തു. ചിലപ്പോൾ ഒരേ ആൾ തന്നെ 3-4 ക്ലാസ് എടുക്കുന്ന അധ്യാപകരുമുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നടന്നു. 89 ഈ ജ്യോതിശ്രേണി 5ാമത്തെ ശ്രേണി നടത്തണം. പക്ഷേ അപ്പോൾ പുസ്തകം റെഡിയാകാത്തതുകൊണ്ട് 90 ആ ജ്യോതിശ്രേണി പുസ്തകം വന്നു. സോ 90 ആദ്യം 5 നിലയും പൂർത്തിയാക്കിയവർക്ക് വിദ്യാജ്യോതി എന്നൊരു ബിരുദം കൊടുത്തു. 1990 ആദ്യം. അപ്പോൾ ഇത് 12 പേര് ആദ്യം സെറ്റ് വാങ്ങിച്ചു. ഇപ്പം മൊത്തം ഒരു 880 പേരെടുത്ത് ഇതുവരെ വാങ്ങിച്ചിരിക്കുന്നു, 90 ഇതുവരെ. സോ ഇങ്ങനെ മതപഠന ക്ലാസ് പോയി നടത്തുന്നതെല്ലാം കൊണ്ട് ഞാൻ കുറച്ച് ഗീതാ ക്ലാസ് നടത്തി. പ്രത്യേകം ഗീത അടുത്തുള്ള തന്നെ നടത്തി. അവർ 10 കൊല്ലമായിട്ട് ഗീത ആഴ്ചയ്ക്ക് ഒരു ദിവസം പോകും. 10 കൊല്ലമായിട്ട് ഗീത കംപ്ലീറ്റ് ചെയ്തു. അതിൽ കിട്ടിയ ലാഭം എന്ന് വെച്ചാൽ അതിൽ 2 പേര് സന്യാസിയായിട്ട് വന്നു ക്ലാസ് ഇരുന്ന്. ഈ ഗീത ക്ലാസ് എടുത്തതുകൊണ്ടും ഈ മതപഠന ക്ലാസ് എടുത്തതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കും ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ മധുരാനന്ദ സ്വാമിയുടെ കൂടെ ജീവിച്ചതുകൊണ്ട് ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ച് അദ്വൈതത്തിൽ ഞാൻ ചിലപ്പോൾ ചോദ്യം ചോദിക്കുമ്പം സ്വാമിയെടുത്ത് ചോദ്യം മാറി മാറി ചോദിക്കും. എന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റി ചോദിക്കും. സ്വാമി തന്നെ പറയും, നീക്ക് സുപ്രീം കോടതിയിൽ ഇരിക്കേണ്ട ആൾക്ക് അഡ്വക്കേറ്റായിട്ട് പോകേണ്ട ഇവിടെ വന്ന് എൻ്റെ ഉയരെടുക്കാതെ പോടാന്ന് പറയും. പക്ഷേ സ്വാമി അങ്ങനെ പറഞ്ഞാലും കുറച്ച് ആ ദിവസം തന്നെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഉത്തരം എങ്ങനെയെങ്കിലും എനിക്ക് മനസ്സിലാകും. സ്വാമിയുടെ അനുഗ്രഹം. സ്വാമിയുടെ കൂടെ ഒരു 81 നിന്ന് 99 വരെ ഒരു 18 കൊല്ലമായിരുന്നു. അത് തന്നെ എനിക്ക് ബലം. സ്വാമിയുടെ കൂടെ ജീവിച്ച് സ്വാമി വലുതായിട്ട് ക്ലാസ് ഒന്നും എടുക്കില്ല. സ്വാമി പലയിടങ്ങളിൽ പോയി ക്ലാസ് നടത്തിക്കൊണ്ട് ഇവിടെ ക്ലാസ് എടുത്തത് കുറവാണ്. പക്ഷേ ആ ജീവിതം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് കുറച്ച് മതം എന്ന് പറഞ്ഞാൽ എന്താ, അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ എന്നൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ 1150 ക്ലാസ്സിനടുത്തുണ്ട്. ഒരു 4500-5000 അധ്യാപകന്മാരുണ്ട്. ഒരു 50,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു 100-120 ഓർഗനൈസേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുമ്പ് ഞാൻ ക്ലാസ് ക്യാമ്പൊക്കെ നടക്കുമ്പോഴൊക്കെ പോയി ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം അവർ തന്നെ എടുത്തുന്നു. നമ്മൾക്ക് വലിയ ജോലിയൊന്നുമില്ല. ഏതെങ്കിലും ഗസ്റ്റ് ലെക്ചറായിട്ട് പോകും, അല്ലെങ്കിൽ എവിടെയും പ്രഭാഷണം വിളിച്ചപ്പോൾ. ഇപ്പോൾ ഓർഗനൈസേഷൻ എന്തായെന്ന് വെച്ചാൽ ഒരു നല്ല സിസ്റ്റത്തിലായി. അതുകൊണ്ട് നമ്മുടെ വലിയ ഇതില്ലാതെ തന്നെ അത് താനേ നടക്കുന്നു. ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസം ഇത് ഓർഗനൈസേഴ്സൊക്കെ ഇവിടെ വരും. അതിലെന്താ നമ്മൾ തീരുമാനം എടുക്കുന്നു അത് തന്നെ നടപ്പിലാകും. അപ്പോൾ ഞാൻ എല്ലാം തീരുമാനിക്കുന്നില്ല, ഈ ഓർഗനൈസേഷനെല്ലാം ചേർന്ന് തീരുമാനിക്കുന്നു. അതുകൊണ്ട് അവർക്കൊക്കെ നമ്മുടെ സ്ഥാപനം എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ തന്നെ ശരിക്കും അവരുടെ ക്ഷമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ചെയ്യുന്നതൊക്കെ അവർ പേര് വാങ്ങിക്കുന്നത് ഞാൻ. എല്ലാവരും സ്വാമി അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയാണ് സ്വാമി ആശ്രമത്തിലിരിക്കുന്നു. പക്ഷേ ഇതുപോലെ ദീപപൂജ അതും ഉണ്ട്. അതിനും പ്രത്യേകം നമ്മൾ പുസ്തകം ഇട്ടു. ഒരു മാസത്തിലൊരിക്കൽ ക്ഷേത്രങ്ങളിൽ 1 മണിക്കൂർ പൂജ ചെയ്യുക. സ്ത്രീകൾ തന്നെ ചെയ്യണം. അത് അവർ തന്നെ മന്ത്രം പറയുകയല്ല, അവർ ചെയ്യുന്നു. അത് ഒരു 700 ക്ഷേത്രങ്ങളിൽ മാസം ഒരിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 50-100 വിളക്കുകൾ വരും ഒരു ക്ഷേത്രങ്ങളിൽ. ഇപ്പോൾ എന്താ ഈ വാർഷികം നടക്കുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ 1008, 2008, 5008 അങ്ങനെയൊക്കെ വലുതായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വീടുകളിൽ പോയി പ്രാർത്ഥന, നല്ല ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ മംഗള പ്രാർത്ഥന, ആരെങ്കിലും മരിച്ച ആത്മശാന്തി പ്രാർത്ഥന, ഇതിനൊക്കെ പ്രത്യേകം പുസ്തകം ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആ ഓർഗനൈസേഴ്സ് അവിടെ അത് പോയി കാര്യങ്ങൾ നടത്തും. ഇതുപോലെ ഈ മതപഠന ക്ലാസ്സിൽ വരുന്ന പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി ഒരു തനി ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണ സേവാ സംഘം. അത് മധുരാനന്ദ സ്വാമി സമാധി ആയപ്പോൾ അതിന് യതിപൂജ നടത്താൻ വേണ്ടി പണം കളക്ട് ചെയ്തു. ആ യതിപൂജ ശേഷം ഒരു 25,000 രൂപ ഉണ്ടായിരുന്നു. അതിന് അപ്പോൾ സ്വാമിക്ക് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിൽ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ പണത്തിന്
ബാങ്കിലിട്ടിട്ട് അതിൻ്റെ വറ്റിയെ കൊടുത്തു. അപ്പോൾ 1999 25,000 രൂപ വിട്ട് അത് വറ്റി കൊണ്ട് കൊടുത്തു. ഇന്ന് മാസം ഏകദേശം 1,00,000 രൂപ നമ്മൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതൊക്കെ ഗുരുമാരെ ശ്രീരാമകൃഷ്ണൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയണം. ഞാൻ അപ്പോൾ വിചാരിക്കും ഒരു 10 രൂപ അല്ലെങ്കിൽ 50 രൂപ വേണമെങ്കിൽ 4 രൂപ കടം വാങ്ങിക്കാൻ പോകും. ഞാൻ വന്ന് ചേർന്നത് ഇപ്പം മാസം 1,00,000 രൂപ കൊടുക്കാൻ പറ്റും എന്നുള്ള സ്ഥിതിയിൽ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് കാര്യം പഠിക്കണമെങ്കിലും ആദ്യം ഒരു പഠനം മനസ്സിലാക്കണമെങ്കിൽ ഒരു പഠനം അത്യാവശ്യമാണല്ലോ. അപ്പം ഒരു വിശ്വാസി ആധ്യാത്മികതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് മതപാഠശാലയിൽ നിന്നുമാണ്. ആ ഒരു മതത്തിൻ്റെ ബേസ് എന്താണ് അതിൻ്റെ തത്വം എന്നുള്ളതെല്ലാം മനസ്സിലാക്കും. വിശ്വാസി മനസ്സിലാക്കുന്ന ഒരു ആധ്യാത്മികതയും ഒരു സന്യാസി മനസ്സിലാക്കുന്ന ആധ്യാത്മികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൊതുവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ അവർ എന്താ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ഹിന്ദു മതത്തിൻ്റെ തത്വം ഒന്നും അവർക്ക് അറിയില്ലെന്ന് വെച്ചാൽ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവർക്കറിയില്ല. അതുകൊണ്ട് അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ചെല്ലുക, അവിടെ പോയി ഒരു പ്രാർത്ഥിക്കുക, അപ്പോൾ എന്തൊക്കെ വേണമെന്നൊരു ലിസ്റ്റ് കൊടുക്കുക. ആ ലിസ്റ്റൊക്കെ എന്ത് ചെയ്യണം, ഈശ്വരൻ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുന്ന സ്വാമി അത് ശിവനായാലും വിഷ്ണു ആയാലും എന്ത് ചെയ്യണം, എല്ലാം പാക്ക് ചെയ്ത് ഡോർ ഡെലിവറി ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു സാധാ ഹിന്ദുവിൻ്റെ മതം. അത്ര തന്നെ. അതിന് മുകളിലുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആരത്തി കഴിഞ്ഞിട്ട് ചുണ്ടൽ പോളം പ്രസാദം കിട്ടും, അത് വാങ്ങിച്ച് കഴിക്കുക, പോവുക. ഇതേ അവർക്ക് വേണ്ടിയത്. ഹിന്ദുമതം എന്ന് വെച്ചാൽ അത്ര തന്നെ എല്ലാവരും വിചാരിക്കുന്ന അത്ര തന്നെ. ക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥിക്കുക, അതൊക്കെ വീട്ടിൽ വരണം. അതിനുശേഷം കിട്ടുന്ന പ്രസാദം വാങ്ങിച്ച് കഴിച്ചിട്ട് വരണം. അന്നദാനം വെച്ചാൽ കൂട്ടം കൂടുതൽ വരും. സോ ഇത് തന്നെ ഒരു ഹിന്ദുവിൻ്റെ സ്ഥിതിയായിട്ട് ഇപ്പോഴിരിക്കുന്നു. ഇപ്പോഴങ്ങനെ തന്നെ ഇരിക്കുന്ന അതിലൊന്നും ഇല്ല. ഇത് അവർക്ക് കൂടെ എന്താണെന്ന് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കിട്ടിയില്ല വെച്ചാൽ എന്തോ ചെയ്യും? ശിവക്ഷേത്രത്തിൽ പോയി കിട്ടിയില്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകും, വിഷ്ണു ക്ഷേത്രത്തിൽ കിട്ടിയില്ലെങ്കിൽ ദേവി പോകും, അല്ലെങ്കിൽ വിനായകായി പോകും, അല്ലെങ്കിൽ ശാസ്താവിൽ പോകും, അല്ലെങ്കിൽ തിരുപ്പതി പോകും. ഇങ്ങനെ അവർക്ക് ഒന്ന് എവിടെ കിട്ടുമെന്ന് പറഞ്ഞ് അത് എവിടെ കൂട്ടം കൂടുതൽ തിരക്ക് എവിടെ ഉണ്ടോ അവിടെ ധാരാളം പേര് പോകും. അപ്പോൾ അവർക്ക് വേണ്ടിയത് അത് ഒരു ഈശ്വര സാന്നിധ്യമുള്ള ക്ഷേത്രം എന്നല്ല അവർക്ക് വേണ്ടിയത്. അവർക്ക് വേണ്ടിയത് താൻ ചോദിക്കുന്ന കിട്ടണം എന്നുള്ളത്. അപ്പോൾ അവരെന്താ വിചാരിക്കുന്നു വെച്ചാൽ ക്ഷേത്രങ്ങളെയും അല്ലെങ്കിൽ ഒരു സ്റ്റോർ മാതിരി വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു സ്റ്റോറിൽ പോയി ലിസ്റ്റ് കൊടുക്കുക, ശരിക്കും ഡോർ ഡെലിവറി ആയില്ലെങ്കിൽ സ്റ്റോറിനെ മാറ്റും. ഇപ്പോൾ കടയെ മാറ്റുന്ന പോലെ ഈശ്വരനെയും മാറ്റും അവർ. ഒരു കട ഇപ്പോൾ ശിവ സ്റ്റോറിൽ കിട്ടിയില്ലെങ്കിൽ വിഷ്ണു സ്റ്റോർ, ഇല്ലെങ്കിൽ ദേവി സ്റ്റോർ, ഇല്ലെങ്കിൽ നമുക്ക് തിരുപ്പതി സ്റ്റോർ, ഇതുപോലെ പോകും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ജോസഫ് സ്റ്റോറിലും മുല്ല സ്റ്റോറിലും പോകാൻ നമ്മൾ തയ്യാറാണ്. അതാ ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോൾ ഹിന്ദുക്കളുടെ സ്ഥിതി അതാണ്. അതുപോലെ ക്ഷേത്രത്തിൽ പോകും, അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകും, ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടുതൽ കൂട്ടം പോകുന്ന ക്ഷേത്രത്തിൽ പോകും, എവിടെയും പോകും. ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിൽ വേളാങ്കണ്ണിയോ നാഗൂറോ പോകാൻ നമ്മൾ തയ്യാറാണ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ആരൊന്നും പഠിച്ചു കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു? ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളുടെ പിന്നീട് എന്താ തത്വമായിരിക്കുന്നു ആർക്കും അറിയില്ല. ഞാൻ ചില ക്ഷേത്രങ്ങൾ ഇത് പ്രഭാഷണത്തിൽ പോകുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഗണപതി ഉണ്ടല്ലോ, എത്ര കൈകളുണ്ട്, എത്ര കൈയുണ്ട് എന്ന് വെച്ചാൽ ആർക്കും അത് പറ്റിയൊന്നും അറിയില്ല. കയ്യിലൊക്കെ എന്തൊക്കെ ഉണ്ട്, ഗണപതിയുടെ കൈ 4 കൈ ഉണ്ട്, 4 കയ്യിൽ എന്തൊക്കെ വച്ചിട്ടുണ്ട് ഒന്നും അറിയില്ല. നിങ്ങളിപ്പോൾ ചുറ്റി വരുന്നു, എന്തുകൊണ്ട് ചുറ്റി വരുന്നു അതും അറിയില്ല. ഏത്തനിടുന്നു, അത് എന്തിന് അതും അറിയില്ല. പിന്നെ ദീപാരാധന കൊണ്ടുവരുമ്പോൾ തൊട്ട് കണ്ണിൽ വയ്ക്കുന്നു, എന്താ ചെയ്യുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അതും അറിയില്ല. ഏതോ ഒരു കുരങ്ങ് ആട് ചെയ്യുന്നത് പോലെ മറ്റവർ ചെയ്യുന്നത് നോക്കി ചെയ്യുന്നു. ഇത് ഹിന്ദുക്കളുടെ സ്ഥിതിയായിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള തത്വത്തിനെ കുറിച്ച് അവരൊന്നും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല വെച്ചാൽ അവർക്ക് ഈശ്വരൻ വേണ്ട. അവർക്ക് വേണ്ടിയത് ഈ ലോകത്തിലുള്ള സമ്പത്തുകൾ. ആ സമ്പത്തുകൾ വേണം. അത് ഏത് ക്ഷേത്രത്തിൽ പോയാൽ കിട്ടുമോ അവിടെ പോകും. അത് ഹിന്ദു ക്ഷേത്രമായിരുന്നാലും ശരി, ചർച്ചായിരുന്നാലും ശരി, മസൂദിയായിരുന്നു, എവിടെ പോയാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അവിടെ പോകും. അപ്പോൾ നമ്മുടെ മതത്തിനെക്കുറിച്ചോ നമ്മുടെ മതത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ചോ ഇവർക്ക് പഠിച്ചു കൊടുത്തില്ല. അത് കുറ്റക്കാരാരെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും പറയാൻ പറ്റുന്നില്ല. അമ്മ അച്ഛന്മാർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ശിവാജി ഛത്രപതി ശിവാജിക്ക് അമ്മ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ അമ്മ അച്ഛന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയുമില്ല, പറഞ്ഞു കൊടുക്കുന്നുമില്ല. പിന്നെ ക്ഷേത്രങ്ങളിൽ മുമ്പൊക്കെ
കഥാപരിപാടികളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതും ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഹിന്ദുവിന് ഹിന്ദുമതത്തിനെ കുറിച്ച് അറിയില്ല. പക്ഷേ മറ്റു മതക്കാർക്ക് അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചർച്ചയെങ്കിൽ ബൈബിളിനെ കുറിച്ചും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. മസൂദിയാണെങ്കിൽ മദർസ മൂലം അവർക്ക് ഖുറാനെ കുറിച്ചും അവരുടെ ചിട്ടകളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പതിവായിട്ട് ഹിന്ദു മതത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഗൃഹസ്ഥനും ദിവസം പഞ്ചമഹായജ്ഞം ചെയ്യണം. പഞ്ചമഹായജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും അറിയില്ല അവർക്ക്. മുസ്ലിം 5 ദിവസം 5 പ്രാവശ്യം തൊഴും എന്നുള്ള കാര്യം ഇവർക്കറിയാം. പക്ഷേ ഇവർക്ക് 5 കാര്യം ചെയ്യണം ദിവസം തീർച്ചയായിട്ടും ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ പാവം എന്നുള്ള കാര്യം ഇവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അറിയില്ല. അതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ ഇത് സാധാരണ ഹിന്ദുവിൻ്റെ ഒരു സ്ഥിതി. ഇപ്പോൾ മതപഠന ക്ലാസ് വെച്ച് നമ്മൾ കുറച്ചെങ്കിലും തത്വം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ശ്രമിച്ചുകൊണ്ട് ഈ ക്ലാസ്സൊക്കെ തുടങ്ങിയത്. ഇവിടെ വരുമ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഹിന്ദുക്കടുത്ത് പോയി നമ്മൾ ഹിന്ദുക്കളുടെ എത്ര സ്വാമിയുണ്ട്? ചിലർ പറയും 30 മുക്കോടിയുണ്ട്, 3 പേരുണ്ട്, ബ്രഹ്മ വിഷ്ണു ശിവൻ, അങ്ങനെ ഇങ്ങനെ ഇവർ പറയുമല്ലാമേ. അപ്പോൾ ഈ മാറ്റുമതസ്ഥർ ഞങ്ങൾക്ക് ഒരു ഈശ്വരനേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് പല ഈശ്വരനുണ്ട്, അവർക്ക് നളിയൊക്കെ പറയും, ആ കഥയൊക്കെ പറഞ്ഞാൽ കൂടി പോകും. സോ അപ്പോൾ ഇവർക്ക് ഇത് അറിയില്ല എത്ര ഈശ്വരനുണ്ട്. നമ്മൾക്ക് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഈശ്വരനാണ് എന്നുള്ള കാര്യം അവർക്കറിയാം. ഇതൊക്കെ വെറും രൂപങ്ങൾ തന്നെ എന്നുള്ള കാര്യം, ആ തത്വം അവർക്ക് മനസ്സിലാകുന്നില്ല. സോ ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഈ മതപഠന ക്ലാസ് മൂലം നമ്മളത് പറഞ്ഞു കൊടുക്കുന്നു. ഈശ്വരൻ എന്താ, ഈശ്വരൻ്റെ കയ്യിൽ എന്തുകൊണ്ട് ഈ ആയുധങ്ങളൊക്കെ വച്ചിരിക്കുന്നു, ആ ഒരു ഈശ്വരൻ്റെ രൂപത്തിന് എന്താ തത്വം, അതൊക്കെ പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ട് നമുക്ക് ഇത് ഭസ്മം, ഇത് കുങ്കുമം, ചന്ദനമൊക്കെ എന്തുകൊണ്ട് ഇടുന്നു, ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ മതപഠന ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ മതതത്വങ്ങൾ ഇവർക്ക് കുറച്ച് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മതപഠന ക്ലാസ്സിൽ വരുന്നവരും വീട്ടിലുള്ള അമ്മ അച്ഛന്മാർ വരുന്നില്ല. ചെറിയ കുട്ടികളെ അയച്ചിട്ട് ഇവരൊക്കെ വീട്ടിൽ നിന്ന് TV നോക്കിക്കൊണ്ടിരിക്കും, സീരിയൽ നോക്കിക്കൊണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അറിയില്ല. ശരിക്കും ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ മതപഠന ക്ലാസ്സിൽ അമ്മ അച്ഛന്മാർ വരണം, അവർക്ക് ആദ്യം അറിയണം. അവരറിഞ്ഞ് അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരവരുടെ കുട്ടികൾ, അങ്ങനെ നമ്മുടെ പാരമ്പര്യം മുൻപ് അങ്ങനെ തന്നെ ഇരുന്നു. അമ്മ അച്ഛന്മാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിയില്ല, അതാ സ്ഥിതി. സോ ഇപ്പോൾ അത് നമ്മളിപ്പോൾ കുറച്ച് വരുന്നുണ്ട് വലിയവരും. സോ ഇത് ഒരു സ്ഥിതി. പക്ഷേ ഇതൊക്കെ ലൗകികമായിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെ ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സോ അതിനെന്തൊക്കെ കിട്ടുന്നുള്ള കാര്യം അതുപോലെ ഒരു ചിന്തയിൽ തന്നെ ഇവരുടെ ചിന്ത കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു. പക്ഷേ ഒരു സന്യാസിയാകുമ്പോൾ സന്യാസിക്ക് എന്താ ആദ്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, അത് സന്യാസിക്ക് ഞാൻ ഈ ദേഹമല്ല, ഞാൻ ആത്മാവാണെന്നുള്ള കാര്യം മനസ്സിലാകും. സോ ഇപ്പം പക്ഷേ ഈ ലോകത്തിലിരിക്കുന്നവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കണം, അവർ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ സന്തോഷമായിട്ട് ജീവിതം ജീവിക്കാൻ പറ്റും. പക്ഷേ സാധാരണ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലേ കേൾക്കാൻ ആൾ വരുന്നില്ല. അതിനുശേഷം നിങ്ങൾ ഈശ്വരനാണ്, നിങ്ങൾ ഇത് ആത്മാവാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു രാമേശ്വര മിഷനിൽ ഫോറിനില്ല ഒരുത്തൻ അവിടെ അമേരിക്കൻ ഒരുത്തൻ പോയിന്ന്, അവിടുത്തെ ഇൻചാർജ് സ്വാമി അടുത്ത് പോയിന്ന്, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? ഈ രാമകൃഷ്ണദേവനുണ്ട്, അവർ പൂജിക്കുന്നു, ഇവിടെ ഇതൊക്കെ നടക്കുന്നു, അവരുടെ ടീച്ചിങ്ങൊക്കെ നമ്മൾ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ രാമകൃഷ്ണദേവൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് എന്താണ്? അത് കാമിനി കാഞ്ചന ത്യാഗം. ഇദ്ദേഹം ഒന്നും പറയാതെ പോയത്. അപ്പോൾ സ്വാമി വിളിച്ചു, എന്താ ഇവിടെ വാ, എന്താ ഒന്നും പറയാതെ പോകുന്നു? അത് രണ്ടും ഇല്ലെങ്കിൽ, കാമിനിയും കാഞ്ചനയും ഇല്ലെങ്കിൽ ലോകത്തിൽ വേറെ എന്താ ഉള്ളത്? നിങ്ങളുടെ ഇത് സിദ്ധാന്തം നമുക്ക് ശരിയാകില്ല എന്ന് പോകുന്നു. അതാ മക്കൾക്കുള്ളത്. പക്ഷേ സന്യാസിക്ക് അതല്ല, സന്യാസി അതിന് മുകളില്ല. അപ്പം ഞാൻ ഈ ദേഹമല്ല. ഇപ്പം ഈ ജനങ്ങളൊക്കെ ദേഹത്തിനെ എങ്ങനെ അലങ്കരിക്കുന്നത്, ദേഹത്തിനെ എങ്ങനെ സമ്പാദിക്കുന്നത്, ദേഹത്തിനെ എങ്ങനെ അതിനെ വളർത്തുന്നത് എങ്ങനെ, ഇതൊക്കെയാണ് ഇവരുടെ ചിന്ത. പക്ഷേ ഞാൻ ദേഹമല്ല, ഈ ദേഹം നശിച്ചു പോകുന്നു, ആത്മാവാണ് ഞാൻ, ആത്മാവിൻ്റെ പുരോഗതിക്ക് എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത വരുമ്പോൾ അപ്പോൾ കൂടുതൽ നമുക്ക് ഈശ്വര തത്വവും ഹിന്ദുമതത്തിൽ നമ്മുടെ ഋഷികളിനെ കുറിച്ച് വിചാരിക്കുകയാണെങ്കിൽ അവർ എത്ര ജോലി ചെയ്തിട്ടുണ്ട്, എത്ര ദൂരം അവർ റിസർച്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ ശാസ്ത്രങ്ങളെ പഠിക്കുക, അത് പഠിച്ചിട്ട് നമ്മുടെ ആത്മാന്ത എന്നാന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം. എപ്പോൾ ഒരു ദുഃഖം വരികയില്ല. എന്ന് വെച്ചാൽ
ഈ ലോകം വെറും മിഥ്യ അല്ലെങ്കിൽ ഒരു സ്വപ്നമാ എന്ന് വരുമ്പോൾ എന്തിനു ദുഃഖിക്കണം? ദുഃഖമേ വരില്ല. അപ്പോൾ ഒരു സന്യാസി മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ആത്മചിന്തയോടെ മനസ്സിലാക്കും. പക്ഷേ ഒരു സാധാരണ ഹിന്ദു ദേഹചിന്തയോടെയെങ്കിലും ഈ മതത്തിനെ കുറിച്ച് അറിയണം. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ഹിന്ദു ഒന്നും അറിയാതെ കിട്ടുന്നത് എന്തെങ്കിലും ലൗകികമായിട്ട് കിട്ടിയാൽ അത് മതി എന്നുള്ള ഇതിലിരിക്കുന്നു. സോ ഈ സിറ്റുവേഷൻ മാറണം. അതായത് ഒരേടിയായിട്ട് അവിടെ ഇരുന്ന് തൂക്കി ആത്മായിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇരുന്ന് ഒരു സ്റ്റെപ്പ് വിട്ട് നീ ഈശ്വരനെ ഭജിച്ചാൽ, ഈശ്വരനെ ചിന്ത വന്നാൽ എൻ്റെ ജീവിതം സ്വസ്ഥമാകും, നന്നായി വരും എന്നുള്ള കാര്യങ്ങളിലും കൂടെ ഈ നമ്മുടെ മതതത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ അടുത്ത സ്റ്റെപ്പിൽ താനേ ആത്മചിന്തയ്ക്ക് വരുന്ന നമ്മൾ വിശ്വസിക്കുന്നു. അത് കുറച്ച് അത് നടക്കുന്നു. ഇപ്പം ഞങ്ങൾ മതപഠന ക്ലാസ്സിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് അത് കുറച്ച് മനസ്സിലാകുന്നുണ്ട്. സോ നമ്മൾ ഈ ദേഹമല്ല അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഈ ദുഃഖിക്കുന്നതിന് ഒരു കാര്യവുമില്ല, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു സന്യാസിയുടെ നമ്മുടെ മുമ്പ് നമ്മുടെ ഋഷികളൊക്കെ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നല്ലേ. ഇപ്പോൾ ആരെങ്കിലും ഗൃഹസ്ഥത്തിനെ താണ്ടി വരുന്നോ? ഇല്ല. എല്ലാം വാനപ്രസ്ഥിക്ക് ആരും വരില്ല. ഞാൻ ഇപ്പം എല്ലാം പ്രഭാഷണങ്ങൾ അത് പറഞ്ഞു 60 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിലാരും ഇരിക്കരുത്, എല്ലാം വെളിയുക, ആശ്രമങ്ങളിൽ ഇടാനൊക്കെ ഉണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വാനപ്രസ്ഥിയായിട്ട് ആരും വരുന്നില്ല. ഇവിടെ ഒരു ബ്രഹ്മചാരി വന്നപ്പോൾ ഒരു MLA മകൻ ഇവിടെ ബ്രഹ്മചാരിയായിട്ട് ചേരാവും. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഒരു സൈക്കാട്രിക്ക് വന്ന് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ആ ബ്രഹ്മചാരി വെളിയിൽ ഏതോ ജോലിയിലിരുന്നു. എൻ്റെ അടുത്ത് സംസാരിച്ച് വന്ന സൈക്കാട്രി എന്താ നിങ്ങൾ ഈ ശാസ്ത്രത്തിൽ പറയുന്നതിൽ വിരുദ്ധമായിട്ടില്ലേ പോകുന്നു? എന്താണ് നിങ്ങൾ നേരെ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസി പോകുന്നു, നിങ്ങൾ ഗൃഹസ്ഥത്തിലായിട്ട് എടുത്തല്ലേ പോകണമെന്ന് പറഞ്ഞു. കാരണം ഇതിന് ഉത്തരം ഞാൻ പറയാം. ഞാൻ വേറെ ഒരു ചോദ്യം ചോദിക്കാം. ഞങ്ങളിങ്ങനെ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസം പോകുന്നത് 0.0001% കൂടെ ഇല്ല. പക്ഷേ ഈ ഗൃഹസ്ഥത്തിൽ നിന്ന് വാനപ്രസ്ഥയായിട്ട് പോകാതെ ഇരിക്കുന്നവർ 99.99% നിങ്ങൾ ആദ്യം അവരടുത്തല്ലേ പോയി ഉപദേശം പറയണം. അപ്പം ഞാൻ നട്ടിരിക്കണം, ഇല്ല ബ്രഹ്മചാരി വേണ്ട, കാണാൻ. സോ ഇതാണ് സ്ഥിതി. സോ ആ ബോധ്യം നമുക്ക് കൊണ്ടുവരണം. സോ ഗൃഹസ്ഥനായിട്ട് ഇരിക്കുമ്പോൾ ഈ മതത്തിനെ കുറിച്ച് അറിഞ്ഞോ, അതിന് ഈ പ്രാർത്ഥിക്കുക, കിട്ടുക, അതെല്ലാം ശരി. സോ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അവർക്ക് കൊടുക്കണം. വാനപ്രസ്ഥയായിരിക്കുമ്പോൾ ഈശ്വര ചിന്തയെ പഠിക്കുക, ഈശ്വരനെ കുറിച്ച് പ്രചാരം ചെയ്യുക, മതത്തിന് വേണ്ടിയും നാട്ടിന് വേണ്ടിയും തൊണ്ട് ചെയ്യുക. അതിൻ്റെ അടുത്ത് സന്യാസം. ഇത് ഒരു പദ്ധതി നമ്മുടെ ഋഷിമാരെ എല്ലാം ശരിയായിട്ട് ചെയ്തു വച്ചിരിക്കുന്നു. അത് പറഞ്ഞ് നടപ്പിലാക്കാൻ ആളില്ല എന്നുള്ള പ്രശ്നം. വിവേകാനന്ദ സ്വാമി അതുകൊണ്ട് പറഞ്ഞു ഒவ்வொரு ഗ്രാമത്തിലും ഒരു ആശ്രമം വേണം. ഒவ்வொரு ഗ്രാമത്തിലും ഒരു ആശ്രമം ഉണ്ടെങ്കിൽ അതിന് സന്യാസി വേണമല്ലോ. ഇപ്പം സന്യാസി അവിടെ ഇരിക്കുന്നു. ഇപ്പം ഇരിക്കുന്ന ആശ്രമങ്ങളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു സ്ഥിതി. പല ആശ്രമങ്ങളിലും ആളില്ല, ഗൃഹസ്ഥനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ സന്യാസിയെ വരാനുള്ള ഇത് നമ്മൾ അവർക്ക് ബോധ്യവും ഉണ്ടാക്കണം. നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ മതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ തമ്മിൽ മുട്ടുക, ചണ്ട ചച്ചരമൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും. എല്ലാവരും സുഖമായിട്ട് പരസ്പരം സഹായം ചെയ്തിട്ടിരിക്കാൻ പറ്റും ഈ ഈശ്വര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ കുറച്ചതോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാമിജി, അന്ന് അങ്ങയുടെ പ്രഭാഷണങ്ങൾ നമ്മൾ പല സ്ഥലത്തും പല വേദികളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഒരു പ്രഭാഷണത്തിൽ അങ്ങ് പറയുന്നുണ്ടായിരുന്നു, അങ്ങയുടെ അമ്മ വലിയൊരു ഭക്തയായിരുന്നു, എന്നാൽ അങ്ങ് സന്യാസം സ്വീകരിച്ചപ്പോൾ അമ്മയുടെ ഭക്തിയെല്ലാം പോയി എന്ന് പറയുന്നതായിട്ട്. അപ്പം പൊതുവേ സാധാരണ രീതിയിലെ ഭക്തന്മാരെ കുറവാണ്. അപ്പം ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ തന്നെ നോക്കുമ്പം ഇങ്ങനെയുമാണ്, ഈ ഒരു അവസ്ഥയിലുമാണ്. ശരിക്കും അങ്ങനെയാണോ? ആ ഒരു ഭക്തൻ്റെ അവസ്ഥ തന്നെ ആ ഒരു യഥാർത്ഥ ഭക്തി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണോ? എന്താ വെച്ചാൽ ഭക്തൻ വെച്ചാൽ അമ്മ ഭക്തിയായിട്ടിരുന്നു, ദിവസം പോയി ക്ഷേത്രത്തിൽ, പെരുമാൾ ക്ഷേത്രത്തിൽ പോയി ഹരിനാമകീർത്തനം ജ്ഞാനപ്പാനെ വായിച്ചിട്ട് വന്ന് തന്നെ അടുക്കളയ്ക്ക് കയറും. അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ സന്യാസിയായതിനു ശേഷം ക്ഷേത്രങ്ങളിലേ പോയിട്ടില്ല. ഭക്തി ഇല്ല എന്നില്ല, ക്ഷേത്രങ്ങളിലൊരു ഇഷ്ടമില്ല എന്നുള്ള ഒരു നില വന്നു. അതിന് ഒരു കാരണം, സന്യാസിയെ എന്ന് പറയുന്നവരെ എന്താ ഈ ഹിന്ദുക്കൾ വിചാരിക്കുന്നു എന്ന് വെച്ചാൽ, അവർ സന്യാസി എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരെന്ന്.
എന്തെന്ന് വെച്ചാൽ ഈ കാവ്യം എടുത്തിട്ട് ക്ഷേത്രങ്ങളുടെ മുമ്പിൽ നിന്ന് പിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഇവരൊക്കെ വിചാരിക്കുന്നു ഒരു സന്യാസി എന്ന പിച്ചക്കാരൻ. ഇപ്പം ഞാൻ ആശ്രമത്തിൽ ചേർന്ന സമയത്തിൽ പോകുമ്പോൾ തന്നെ ചിലർ ചോദിക്കും, ഇത് നീ കൈരേഖ നോക്കുമോ, ജ്യോത്സ്യം നോക്കുമോ എന്നൊക്കെ. അപ്പം ഇങ്ങനെ ഒരു വിശ്വാസം തന്നെ ജനങ്ങളടുത്ത് ഉള്ളത്. ഒരു സന്യാസി എന്ന് പറയുന്നത് ഒരു ഭിക്ഷക്കാരനായിരിക്കും, അല്ലെങ്കിൽ കൈരേഖ നോക്കുന്ന, ജ്യോത്സ്യം നോക്കുന്ന ഒരു അങ്ങനെ. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ബ്രിട്ടീഷുകാരുടെ ചതിയാണ്. ബ്രിട്ടീഷുകാരാണ് ഇതിങ്ങനെ കൊണ്ടുവന്നത്. അവർക്ക് എന്തൊക്കെ ഹിന്ദുക്കൾ ബഹുമാനിക്കുന്നോ അതൊക്കെ നശിപ്പിച്ചാൽ തന്നെ അവരുടെ മതത്തിനെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ഗുരുകുലത്തിനൊക്കെ ഇല്ലാതാക്കി. അതുപോലെ പരമാർത്ഥ ഗുരു കഥ എന്നൊന്ന് എഴുതി, അത് നിങ്ങളുടെ മലയാളത്തിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. തമിഴിലുണ്ട്. പരമാർത്ഥ ഗുരുവും ശിഷ്യന്മാരും. ഒരു ഗുരു, ഒരു ശിഷ്യന്മാർ, ഒരു 4-5 ശിഷ്യന്മാർ, എല്ലാം മണ്ടന്മാരാണ്. ഗുരുവും മണ്ടന. അങ്ങനെ ഒരു വലിയ കഥ എഴുതി. ക്രിസ്ത്യൻസ് തന്നെ അത് എഴുതി എല്ലാ സ്ഥലത്തും. ഞാനും ചെറുപ്പമായിട്ട് കുട്ടിക്കാലത്ത് ഈ കഥ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പലരും അത് പറയാറുണ്ട്. അത് ഒരു മണ്ടൻ ഗുരു, ശിഷ്യന്മാരും മണ്ടന്മാർ അങ്ങനെ. സോ അപ്പോൾ എന്താകുന്നു, ഈശ്വരനെ അതായത് സന്യാസിമാരെ കുറിച്ചുള്ള ബഹുമാനം ജനങ്ങളടുത്ത് ഇല്ലാതായി. അത് അവർ ശരിക്കും പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഒരു അമ്മയച്ഛനും തൻ്റെ മകൻ ഏതെങ്കിലും ജോലിക്ക് പോകുന്നതിൽ തന്നെ അവർക്ക് താല്പര്യമുണ്ട്. സന്യാസിയെ പോകുന്നത് വെച്ചാൽ സന്യാസിക്ക് നമ്മുടെ ജനങ്ങളടുത്ത് ബഹുമാനം ഇല്ലാത്തതുകൊണ്ട് അവരുടെ മകൻ സന്യാസിയെ പോയി അവരെയും ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ. അതുകൊണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. സന്യാസിയുടെ എന്താ സന്യാസി എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പം അതിന് ഇവർ എന്തൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ, പിന്നീട് വന്നവരും ഈ മീഡിയാക്കൾ, സിനിമ, ചിത്രങ്ങൾ, ഇതിലൊക്കെ സന്യാസിയെക്കുറിച്ച് ഒരു ഇതില്ലാതെ അവർ സന്യാസിയെ കുറിച്ച് അവർ മോഷണക്കാരാ അതൊന്നും ഒരു ദൂഷ്യം പറയുന്ന വിധത്തിലുള്ള കാഴ്ചകൾ തന്നെ എടുക്കും. പക്ഷേ അതേ ഇത് മാറ്റുമതസ്ഥവർ അവരുടെ മതഗുരുമാരൊക്കെ വലിയ സേവനം ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇവരൊക്കെ കള്ളന്മാരാ, ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ ഇതിനെ തട്ടിക്കേക്കാൻ നമുക്ക് ഹിന്ദു സംഘടന ശരിക്കുമില്ല. പ്രശ്നം അതാ. ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ സിനിമാക്കളിലും മീഡിയാക്കളിലും വരുന്നവർ സീരിയലുകളിലും ആരെ ഉണ്ടാക്കിയെടുക്കും, ഹിന്ദു സന്യാസിയോ ഹിന്ദു മഠങ്ങളിനെ തന്നെ എന്തെങ്കിലും ദൂഷ്യം പറയുന്നതിന്, നല്ലത് ചെയ്യുന്നതൊക്കെ മാറ്റും വസ്തുത അങ്ങനെ കൊണ്ടുവന്നു. ഇതൊക്കെ വെൽ പ്ലാൻഡാണ്. പക്ഷേ ഇതിനെ തട്ടിക്കേക്കാൻ നമുക്ക് ആ സംഘടന ഇല്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ തട്ടിക്കേൾക്കുന്നുണ്ട്, കുറച്ച് പേടിക്കുന്നുണ്ട്. ഹിന്ദു മതത്തിനെക്കുറിച്ച് എന്തെങ്കിലും ദൂഷ്യം പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. സോ ജനങ്ങളുടെ സന്യാസിയെക്കുറിച്ച് ഒരു ബഹുമാനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ കളക്ടർ, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ കളക്ടറാകണം, SP ആകണം, അത് അധ്യാപകമാകണം, അതാകണം, ഇതാകണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വാർഡ് മെമ്പറെങ്കിലും ആകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരെങ്കിലും സന്യാസി ആകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ മതപഠന ക്ലാസ്സിലുള്ളവർ ചോദിച്ചാൽ ഇപ്പോൾ 1-2 പേര് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുട്ടികൾ സന്യാസിയായിട്ട് പോയാൽ തടയാതെ അനുഗ്രഹിച്ചു വിടുമോ എന്ന് പറഞ്ഞാൽ ചെയ്യാമെന്ന് ഇപ്പോൾ കുറച്ച് പേര് ഈ മതപഠന ക്ലാസ്സിൽ വരുന്ന അധ്യാപികമാരൊക്കെ പറയുന്നു. പക്ഷേ സാധാ ജനങ്ങളുടെ മധ്യയിൽ ആ ബഹുമാനം ഇല്ല. എൻ്റെ മകനോ മകളോ സന്യാസിയെ പോയാൽ അത് 7 പരമ്പരയ്ക്ക് നല്ലതാണ്, പുണ്യമാണ്. അതൊക്കെ അങ്ങനെ പോകുന്നത് ആ കുടുംബത്തിന് തന്നെ നല്ലതാണെന്നുള്ള ഒരു ബോധ്യം ഇല്ല. അത് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഹിന്ദു മതത്തിൽ ശരിക്കുമുള്ള സന്യാസിക്കുള്ള ബഹുമാനം കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ കാവ്യം എടുത്തിട്ട് വേണ്ടാത്തനം ചെയ്യുന്നവരെ നമ്മൾ അതിനെ തടയാനുള്ള പദ്ധതി നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ പോയി അവർ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഹരിദ്വാറിലൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും കാവ്യം എടുക്കാം. അപ്പോൾ കാവ്യം എടുക്കുന്നതിൽ ഒരു ചിട്ടമാണ്. ആര് തന്നെ കാവ്യം എടുക്കാം, പരമ്പരയായിട്ട് സന്യാസം വാങ്ങിച്ചിട്ടുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊരു ഞങ്ങൾ ഈ സന്യാസി സംഘത്തിൽ ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചു, അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഒരു ഫോമിലിയും കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു കാവ്യം ഇവർ തന്നെ ഇപ്പോൾ പാതിരിയാരുടെ അങ്കി ഇടണമെങ്കിൽ അവർക്ക് അംഗീകാരം വേണം. നമ്മുടെ ഇപ്പോൾ സന്യാസിമാരിൽ തന്നെ പരമ്പരാഗത സന്യാസിമാർക്കും അവർക്ക് പാതിരിമാർക്കുമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വലിയ ട്രെയിനിങ് ഒന്നുമില്ല. അവർക്ക് 10 കൊല്ലം ട്രെയിനിങ് കൊടുക്കും. 10 കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർ
പ്രീസ്റ്റായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ജനങ്ങളെയൊക്കെ ഇത് അവരൊരു കെട്ടിൽ നിർത്താൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുന്നു അവർ പറഞ്ഞാൽ അവരൊക്കെ കേൾക്കുന്നു, ക്രിസ്ത്യാനികൾ പാതിരി പറഞ്ഞാൽ കേൾക്കുന്നു, നമ്മൾ സന്യാസി പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ 10 കൊല്ലം ട്രെയിനിങ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ ജനങ്ങളെ ഇത് വേണം. നമുക്ക് അങ്ങനെയുള്ള ട്രെയിനിങ്ങും ഇല്ല. ഞാൻ ഇപ്പോൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സന്യാസികൾ എല്ലാ സന്യാസികളെയും കൂട്ടിവെച്ച് ഒരു കോമൺ ട്രെയിനിങ് കുറച്ച് ദിവസമെങ്കിലും കൊടുക്കണം. നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളടുത്ത് എന്താ സംസാരിക്കണം, എന്തൊക്കെ പറയണം എന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ലാതെ സാധാ ഒരു ആളുടെ അടുത്ത് പോയി നീ തന്നെ ഈശ്വരൻ, നീ ബ്രഹ്മമാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്താ മനസ്സിലാകും? ഇപ്പോൾ അപ്പോൾ അതുപോലെ എന്ത് തന്നെ നമ്മൾ പറയണം, ആരടുത്ത് പറയണം, ഒരു ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ അടുത്ത് ഒരു സന്യാസിക്ക് ഒരു ബഹുമാനം വരുമ്പോൾ തന്നെ അച്ഛന്മാർക്കും നമ്മുടെ പയ്യൻ സന്യാസിയാ പോയാൽ തരക്കേടല്ല, അതൊരു നല്ലതാണെന്നുള്ളൊരു ചിന്ത വരും. അല്ലെങ്കിൽ ഇത് ഏതോ അതെന്താ പറയാം, ബഹുമാനക്കുറവെന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചീത്തയായി വിചാരിക്കതോ, അതായത് ഒരുത്തം മോഷ്ടിച്ചു കള്ളനായി എന്ന് പറഞ്ഞാൽ കൂടെ പ്രശ്നമില്ല, പക്ഷേ സന്യാസിയെ പോയാൽ ശരിയില്ല എന്ന് അങ്ങനെയുള്ള ചിന്ത മാറ്റണമെങ്കിൽ സന്യാസികൾ എല്ലാവരും കുറച്ച് ബഹുമാനിക്കുന്നതൊക്കെ ഇവർ നടക്കണം. അങ്ങനെ സന്യാസി എന്ന് പറഞ്ഞാൽ അതാണെന്നുള്ളത് ജനങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പലരും വിചാരിക്കുന്നത് ഈ ഓരോ കടമകളിൽ നിന്നും ഒളിച്ചോടാനാണ് പലരും സന്യാസം സ്വീകരിക്കുന്നതെന്ന് പലരും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. തന്നെ ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു എന്തുകൊണ്ടാവുന്നു, എന്താ പ്രശ്നം, ആരെങ്കിലും ഇത് ലവ് ചെയ്ത് കിട്ടിയില്ല എന്നൊക്കെ അതൊക്കെ ചോദിച്ചു. അതിപ്പോൾ അവരുടെ ചിന്ത അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു ദേഹമല്ല ആത്മാവാണ്, ആത്മാവിനെ നോക്കി നമ്മൾ പോകണം, ആ പ്രയാണം വേണം എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല അവർ. ആദ്യം അവർക്ക് അറിയേണ്ടത് ഞാൻ ഈ ദേഹമല്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാകണം. നമ്മൾ ആത്മാവാണ്, ആത്മാ പ്രത്യേകമാണ്, അതിൻ്റെ പുരോഗതിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അത് ഉടനെ പെട്ടെന്ന് വരില്ല, പക്ഷെ അത് കുറച്ച് ദിവസം എടുക്കും. ഈശ്വരൻ എങ്ങനെ നിശ്ചയിക്കുന്നു അങ്ങനെ വരും, അത്രയേ ഉള്ളൂ. സ്വാമിജി, ദേഹസുഖവും ആത്മസുഖവും എന്താണ്? ദേഹസുഖം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ കൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മൂലം നമുക്ക് കിട്ടുന്ന സുഖങ്ങളൊക്കെ നമ്മൾ ദേഹസുഖം എന്ന് പറയുന്നു. സോ പഞ്ചഭൂതങ്ങൾ തന്നെ എല്ലാമായിട്ട് ഇരിക്കുന്നു. പഞ്ചഭൂതങ്ങളുടെ പല വിഹിതാചാരത്തിലുള്ള ചേർക്കയാണ് ഈ ലോകത്തിൽ കാണുന്ന ഒവ്വൊരു മാറ്റർ ഒവ്വൊന്നും. ആ പഞ്ചഭൂതങ്ങളിൽ ഒഴിച്ച് വേറെ ഒന്നുമില്ല. പക്ഷേ ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്ര ശബ്ദസ്പർശ രൂപരസഗന്ധം ഈ 5ഉം തന്നെ നമുക്ക് അറിയാൻ വേണ്ടി ഈശ്വരൻ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചേന്ദ്രിയങ്ങൾ മൂലം തന്നെ നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നു. അതില്ലെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളും നമ്മുടെ ദേഹത്തിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം ജോലി ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു മരക്കട്ട പോലെ വെറുതെ കിടക്കും, അത്രയേ ഉള്ളൂ. സോ ഇതുമൂലം നമുക്ക് കിട്ടുന്ന സുഖം ദേഹസുഖം നമ്മൾ പറയുന്നു. പക്ഷേ ഇത് മൂലം നമുക്ക് സുഖം കിട്ടുന്നോ എന്നുള്ളതാ പ്രശ്നം. കിട്ടുന്നില്ല, കിട്ടുന്നതായിട്ട് നമ്മൾ വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു എക്സാമ്പിളിന് എടുക്കുകയാണെങ്കിൽ ഒരു മധുരമായിട്ട് ഒരു പദാർത്ഥമുണ്ട്, ലഡ്ഡു എന്ന് വയ്ക്കാം, ഹൽവ എന്തോന്നോ ലഡ്ഡു എന്ന് വെച്ചു. ഇപ്പം ലഡ്ഡു കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സുഖം കിട്ടുന്നു. അപ്പോൾ ലഡ്ഡിൽ സുഖമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ലഡ്ഡിൽ സുഖമുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എപ്പോഴും സുഖം കൊടുക്കുമെന്ന് വെച്ചാൽ ഇല്ല. ഇപ്പം ലഡ്ഡു ഇപ്പം ഞാൻ കഴിക്കും, പക്ഷേ ഒരു ഷുഗർ പേഷ്യൻറ്റിന് എന്താകും, കഴിക്കാൻ പറ്റുമോ, സുഖം കൊടുക്കില്ല. അപ്പോൾ ആ ലഡ്ഡിൽ സുഖമില്ല. എനിക്ക് തന്നെ ലഡ്ഡു വളരെ ഇഷ്ടമായി, ഞാൻ ഒരു സ്റ്റുഡൻ്റാണ്, എനിക്ക് ലഡ്ഡു വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ലഡ്ഡു കഴിച്ചാൽ എനിക്ക് ഒരു സുഖം കിട്ടും, ഒരു സന്തോഷം വരും, എല്ലാം ശരിയാണ്. ഞാൻ 12ാം ക്ലാസ്സിൽ എക്സാം എഴുതി ഫെയിലായി. അപ്പോൾ എൻ്റെ സുഹൃത്ത് കൊണ്ടുവന്ന് ലഡ്ഡു തന്ന്, അപ്പോൾ എനിക്ക് ദുഃഖമായിട്ടുണ്ടല്ലേ, ഇത് കഴിച്ചാൽ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ എന്താകും, കൊണ്ടുവന്ന് കൊടുക്കുന്ന സുഹൃത്തിൻ്റെ പല്ലു പോകും ഇല്ലേ? അപ്പോൾ അതിൽ സുഖമില്ല. സുഖം വരുന്നാൽ അത് എപ്പോഴും എല്ലാവർക്കും സുഖം കൊടുക്കണം, അത് കൊടുക്കുന്നില്ല. അപ്പം നമ്മുടെ മനസ്സ് തന്നെ അതിന് കാരണം.
നമ്മുടെ മനസ്സിലിരുന്ന് ഒരു വേവ് അങ്ങനെ പോയി അതൊരു സുഖവസ്തുവായിട്ടോ അല്ലെങ്കിൽ അതൊരു സുഖമില്ലാത്ത വസ്തുവായിട്ടോ ഒരു ചിന്ത കൊണ്ടുവരുന്നു. അതിനുശേഷം അത് സുഖമെന്നും നമ്മൾ വിചാരിക്കുന്നു. സോ ഇതിന് കാരണം നമ്മുടെ മനസ്സ് തന്നെ. മന ഏവ ബന്ധമോക്ഷഹേതു എന്ന് പറയും. സോ മനസ്സ് തന്നെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം, ഈ സുഖത്തിനും ദുഃഖത്തിനും കാരണം മനസ്സ് തന്നെ. ഒരു കാര്യം നമ്മൾ സുഖമെന്നോ ദുഃഖമെന്നോ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ഒരു സൈക്കിളിൽ പോകുന്നത് ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നടന്നു പോകുന്നത് ഒരുത്തനെ നോക്കണം. അവന് സൈക്കിളില്ല, എനിക്ക് സൈക്കിളുണ്ട്. ഇത് വന്നാൽ നമുക്ക് എന്ത് വരും? സന്തോഷം വരും. ഞാൻ കാറിൽ പോകുന്നവനെ, 2 വീലറിൽ പോകുന്നവനെ നോക്കിയാൽ എന്താകും എനിക്ക്? അയ്യോ, എനിക്ക് 2 വീലറിലല്ലോ, ഞാൻ സൈക്കിളിലേ പോകുന്നു, എவ்வளோ കഷ്ടം അവരത്. ആ 2 വീലറിൽ പോകുന്നവനും സൈക്കിൾ പോകുന്നവനും നോക്കിയാൽ സന്തോഷമായിട്ട് പോകും. പക്ഷെ അവൻ കാറിൽ പോകുന്നവനെ നോക്കിയാൽ അവൻ എന്താകും? ദുഃഖം വരും. കാറിൽ പോകുന്നവനും അൽട്ടോയിൽ പോകുന്നവനും ആടിക്കാരി പോകുന്നവനെ കണ്ടാൽ ദുഃഖം വരും. സോ ഇതൊക്കെ എതിനെ സംബന്ധിച്ച് വെച്ചാൽ നമ്മുടെ മനസ്സ് തന്നെ അതിന് കാരണം. സോ ദേഹത്തിലുള്ളത് ദേഹം മൂലമായിട്ട്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ മൂലമായിട്ട് നമുക്ക് സുഖം കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതിന് അടിസ്ഥാനത മനസ്സ് തന്നെ. അപ്പോൾ മനസ്സിൽ നമ്മൾ എങ്ങനെ ഇത് എല്ലാമേ നമ്മൾ കമ്പാരിറ്റീവ് റിലേറ്റിവിറ്റി, ഇത് ഫിസിക്സിൽ റിലേറ്റിവിറ്റി തിയറി വരും. സോ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്ന ഇന്നൊന്നെ ഒപ്പിട്ട് തന്നെ നമ്മൾ ചിന്തിക്കാൻ പറ്റും. ഇപ്പം നമുക്കിപ്പോൾ വെലാസിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് വെലാസിറ്റി ഇല്ല എന്ന് പറയും. ഇതിനെ സംബന്ധിച്ച്, ഈ ചെയറിനെ സംബന്ധിച്ച് നമുക്ക് വെലാസിറ്റി ഇല്ല, നമ്മളിരിക്കുക. പക്ഷേ സൂര്യനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് വെലാസിറ്റി വരും. സോ ഇത് റിലേറ്റിവിറ്റി തിയറി, കമ്പാരിറ്റീവ്ലി തന്നെ നമ്മളെല്ലാം ചെയ്യുന്നു. അപ്പോൾ മനസ്സ് കമ്പയർ ചെയ്യുന്നത് എതിനെ കമ്പയർ ചെയ്യണം? നമ്മുടെ നമ്മളെക്കാട്ടിലും കൂടുതൽ നമ്മൾ വിചാരിക്കുന്നവരെ നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് സുഖം കിട്ടില്ല. പക്ഷേ താന്നിരിക്കുന്നവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് ഈശ്വരൻ ഇത്ര തന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്ക് എപ്പോഴും ഇരിക്കും. സോ ഏതായാലും ശരി, ഇപ്പം വലിയ കോടീശ്വരന്മാരൊക്കെ ഇരിക്കുന്നു, അവരൊക്കെ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ഒന്നുമില്ല. അവർ സാധാ ഒരു പാവപ്പെട്ടവനെക്കാട്ടിലും അവരാ ദുഃഖം കൂടുതൽ അവർക്കാണ്. ഇപ്പോൾ മിനിസ്റ്റർമാരിലിരിക്കുന്നു, മിനിസ്റ്റർമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇരിക്കുന്നില്ലേ, അവരൊക്കെ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന ഇവൻ വിചാരിച്ചുകൊണ്ട് ഇവൻ വാർഡ് മെമ്പറാകണം, MLA ആകണം, MP ആകണം, മിനിസ്റ്റർ ആകണം എന്നൊക്കെ വിചാരിക്കുന്നു. അവരുടെ കഷ്ടം അവർക്ക് തന്നെ അറിയാൻ പറ്റും. എന്ന് ഇപ്പോൾ ED വരുമോ, എന്ന് ഇൻകം ടാക്സുകാർ വരുമോ, അവർ പത്രത്തിൽ ആപ്പോസിറ്റ് പാർട്ടി എന്ത് പറയുമോ, ഇവർക്ക് ഒരു നിമിഷം പോലും അവർക്ക് സുഹൃതമില്ല. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഭജനയ്ക്ക് പോകുമ്പോൾ ഒരു നിമിഷമെങ്കിലും സുഹൃതമുണ്ടോ, ഇഹലോക സുഖം തേടി അലയുന്ന മനുഷ്യ ഒരു നിമിഷമെങ്കിലും സുഹൃതമുണ്ടോ എന്ന് പാട്ട് പാടും. അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഒരു സുഖമില്ല. ഇപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കുന്നു, ലോകത്തിൽ നമ്മളെ മാതിരി ആരും സുഖമായിട്ടിരിക്കും. സുഖം ഒരു പ്രശ്നമില്ല, എന്ത് നടന്നാലും ശരി, നമുക്കൊന്നുമില്ല, ഈ നമ്മളൊന്നും ബന്ധിക്കില്ല. അപ്പോൾ ഈ സുഖം ദുഃഖമൊക്കെ നമ്മുടെ മനസ്സാ കാരണം. അത് ഇന്ദ്രിയ സുഖമായിരുന്നാലും ശരി, ആത്മസുഖമായിരുന്നാലും ശരി. സോ മനസ്സിൽ എങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു വെച്ചാൽ, മനസ്സിൻ്റെ ഈ അന്ധകരണത്തിലുള്ള 4 ചിത്തത്തിൽ എങ്ങനെ പതിവുകളുണ്ടോ അതിനനുസരിച്ച് തന്നെ മനസ്സിൽ ചിന്തിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചിത്തത്തിനെ നമ്മൾ ശരിയാക്കണം. ചിത്തത്തിലുള്ള പതിവുകൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ന് പറയുന്നത് എനിക്കറിയുന്നില്ല, ചിത്തവൃത്തികൾ, അതിനെ നമ്മൾ ശരിയാക്കണം. ചിത്തത്തിലുള്ള ഇതുകളൊക്കെ ചിന്തകളൊക്കെ നമുക്ക് കുറച്ചായിട്ട് ഈശ്വര ചിന്തയായിട്ട് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എന്താകും? നമുക്ക് ഈ ദേഹചിന്തയെ വിട്ട് നമുക്ക് ആത്മചിന്തയിൽ പോകാൻ പറ്റും. സോ ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പല ജന്മങ്ങൾ ഈ ദേഹം തന്നെ നാം എന്നുള്ള ആ പതിവ് അവിടെ ഇരിക്കുന്നു, ചിത്തത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് ദേഹത്തിലുള്ള സുഖം തന്നെ നമുക്ക് സുഖമായിട്ട് തീരുന്നു. ഇപ്പോൾ ഈ പതിവുകളൊക്കെ, ഈ വൃത്തികളൊക്കെ മാറി കംപ്ലീറ്റായിട്ട് ഞാനിതല്ല, ആ ഈശ്വരനാണ് എന്നുള്ള ആ പതിവ് വരികയാണെങ്കിൽ നമുക്ക് ആത്മചിന്ത വരും, ആത്മസുഖം കിട്ടും. അപ്പോൾ വെളിയിലിരുന്ന് നമ്മൾ ഇന്ദ്രിയങ്ങൾ മൂലമായിട്ട് നമ്മൾ വെളിയിരുന്ന് എന്തും വരേണ്ടിയ, നമുക്ക് അകത്ത് തന്നെ ഒരു സുഖമുണ്ട്. നമ്മുടെ സ്വരൂപം, ആനന്ദ സ്വരൂപമല്ലേ അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇതിലുള്ള ഇതൊക്കെ നമുക്ക് മാറണം. ഇതിൽ സുഖമില്ല എന്നുള്ള ബോധ്യം നമുക്ക് ചിത്തത്തിൽ പതിയണം. ഈ പഞ്ചേന്ദ്രിയങ്ങൾ മൂലമായിട്ട് ഈ ലോകത്തിൽ കിട്ടുന്ന സുഖങ്ങളൊക്കെ ശരിക്കുമുള്ള സുഖമില്ല, അതൊക്കെ വെറും മായയാണ് എന്നുള്ള പതിവ് ശരിക്കും നമ്മുടെ ചിത്തത്തിൽ അത് പതിയണം. ശരിക്കും വരികയാണെങ്കിൽ ഈ സുഖത്തിനിരുന്ന് നമ്മൾ മാറി വരും.
ഇത് മാറി വരുമ്പോൾ തന്നെ ഇപ്പം രാമകൃഷ്ണദേവൻ പറയാറുണ്ട്, നീ ലോകസുഖത്തിനെ വിട്ടാൽ തന്നെ നിനക്ക് ഈശ്വര സുഖത്തിനെ അറിയാൻ പറ്റും, അതിൽ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് അറിയാൻ പറ്റില്ല എന്ന്. സോ അപ്പോൾ ചിത്തത്തിലുള്ള ആ പതിവുകളൊക്കെ മാറ്റണം. ഈ ലോകത്തിലുള്ളതൊക്കെ ഇതൊക്കെ വെറും മിഥ്യ, ഇത് സത്യമല്ല എന്നുള്ള ആ ചിന്തയെ തിരിച്ച് ഏതോ പല ജന്മങ്ങൾ ഇത് ദേഹം തന്നെ ഞാനെന്നുള്ള വിചാരത്തിലായിരിക്കുന്നു. അതിനെ മാറ്റി ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാന്നുള്ള ആ ചിന്ത കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ആ ചിന്ത ഉറപ്പിക്കുമ്പോൾ നമുക്ക് ആ ആത്മസുഖം നമുക്ക് അകത്തിരുന്നേ വരും, അത് വെളിയിൽ നിന്നില്ല. അത് എങ്ങനെ പറയുന്ന വെച്ചാൽ, ഈ മണിവാസ പെരുമാനൊക്കെ പറയുന്നുണ്ട്, മയിർക്കാൽ തോറും അമതുകളിലൂറിയും ചൊല്ലി എന്ന് പറയുന്നുണ്ട്. അതായത് ഒവ്വൊരു മയിർദ്വാരങ്ങളിൽ ഉള്ളും അമൃതം വന്നു. ഞാൻ സാധാരണ പ്രഭാഷണത്തിൽ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വായിലിരുന്ന് എപ്പോഴും ഐസ്ക്രീം വരികയാണെങ്കിൽ എത്ര സുഖമായിട്ടിരിക്കുമെന്ന്. അപ്പോൾ അത് വളരെ സുഖം. പക്ഷേ ആ മണിവാസ പെരുമാൻ വരുന്ന ഈശ്വരൻ നമ്മുടെ അകത്ത് പോവുകയാണെങ്കിൽ ഒവ്വൊരു മയിർദ്വാരങ്ങളിൽ നിന്നും അമൃതം വരുന്നു എന്ന് പറയും. അപ്പോൾ എത്ര സുഖം അത്! ആ സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ആ ചിന്ത വരുമ്പോൾ നമുക്ക് വേറെ ഈ സുഖങ്ങളൊന്നും വരുന്നില്ല. ഞങ്ങളുടെ മധുരാൻ സ്വാമി പറയാണ്ട്, പാൽ പായസം കിട്ടിയവന് കരിപ്പട്ടി പായസം ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ സുഖം നമ്മൾ അനുഭവിക്കാൻ, നമ്മുടെ ഈ ലോകത്തിലുള്ളതൊക്കെ ശരിക്കുമുള്ള സുഖമല്ല, ശരിക്കുമുള്ള സുഖം എൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഉള്ള കാര്യം മനസ്സിലാക്കുക. അകത്തുള്ള സുഖത്തിനെ തന്നെ മനസ്സിൽ നിന്ന് നമ്മൾ ആ ഒരു വേവ് പോയി. നമ്മൾ രാമകൃഷ്ണദേവൻ പറയാറുണ്ട്, ഒട്ടകത്തിൽ ഇത് ഒരു പട്ടി ഒരു എലുമ്പിനെ കടിക്കുമ്പോൾ എലുമ്പ് ഒന്ന് പട്ടിയുടെ വായിലുള്ള ഇതിൽ കുത്തി ചോര വരും. ആ ചോര വരുമ്പോൾ ഈ പട്ടി എന്താണെന്ന് എനിക്കെന്ന് വെച്ചാൽ ആ എലുമ്പിലിരുന്ന് തന്നെ ചോര വരുന്നു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തിരിച്ചും കടിച്ച് ആ ചോര, അപ്പോൾ ശരിക്കും എവിടെ ഇരുന്നാ വരുന്നു? നമ്മുടെ ഇരുന്നാ വരുന്നു. പക്ഷെ മോണായിരുന്നു വരുന്നു. പക്ഷേ പട്ടി എന്താ വിചാരിക്കുന്നു? ആ എല്ലിലിരുന്ന് വരുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ പട്ടി എന്ത് മണ്ടത്തിനെന്ന് വിചാരിക്കുന്നത്, നമ്മുടെ അകത്തുള്ള സുഖം തന്നെ സുഖമായിട്ട് വെളിയിൽ പോയി ഒരു വേവ് പോയിട്ട് അതിന് നമ്മൾ സുഖം അനുഭവിക്കുന്നു. അപ്പോൾ ഈ അകത്തുള്ള സുഖത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, ആ ദേഹമെല്ലാം ആത്മാവുള്ള ആ ബോധ്യം വരികയാണെങ്കിൽ ആ സുഖം അത് പ്രത്യേകമാണ്. അതിനാരും പറഞ്ഞു ഒന്നും ശരിയാകാൻ അത് പറയാൻ പറ്റില്ല. അത് ഒരു അനുഭവിക്കുക, അത് അനുഭവത്തിൽ വരേണ്ടത്. അത് അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ഹിന്ദു മതത്തെക്കുറിച്ച് ഒരു പഠനം ആവശ്യമാണ്. അത് തന്നെ കുറേ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ തത്വം എന്താണെന്നുള്ളതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഋഷിമാരാൽ നിർവചിക്കപ്പെട്ട നമ്മുടെ ഈ സനാതനധർമ്മം ശരിക്കും ഒരു കടൽ പോലെ അങ്ങനെ പടർന്ന് കിടക്കുക. അപ്പം അതിനെ നമുക്ക് ഒരു സിലബസിനുള്ളിലാക്കാൻ സാധിക്കുന്നതാണോ? ഹിന്ദു മതത്തിലുള്ള ഈ സനാതന ധർമ്മത്തിലുള്ള തത്വങ്ങൾ വലിയൊരു കടൽ പോലെ തന്നെ, ഒരു സമുദ്രത്തിനേക്കാളും കൂടുതലായിട്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിവേകാനന്ദ സ്വാമി പറയുമ്പോൾ ഒരു മതം എന്ന് പറയുമ്പോൾ അതിന് 3 കാര്യങ്ങൾ വേണമെന്ന് പറയുന്നു. ഒന്ന് തത്വങ്ങൾ വേണം. ആ തത്വങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള കഥകൾ വേണം. തത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ ദിനശരിയുള്ള അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ ഒക്കെ വേണം. ഈ ഈശ്വര പൂജകൾ ഇതൊക്കെ വേണമെന്ന് പറയുന്നു. സോ ഈ 3ഉം വേണം, തത്വം വേണം. അപ്പോൾ തത്വത്തിനൊക്കെ ഇതിലുണ്ട്, പുസ്തകങ്ങളിലുണ്ട്. നമുക്ക് അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങൾ. സോ വേദങ്ങളിലുള്ള തത്വത്തിലും കാര്യത്തിൽ മാറായിട്ട് ഈ സ്മൃതികളിൽ, അതായത് ഇതിഹാസ പുരാണങ്ങൾ വെച്ച് അത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ കൂടുതലുണ്ട്, സമുദ്രം പോലെ ഉണ്ട്. പക്ഷേ ഈ സമുദ്രം പോലെ ഉള്ളത് എത്ര ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, ശ്ലോകാർത്ഥാൻ പ്രവിശ്യാമി അതുക്തം ശാസ്ത്രകോടിവി ബ്രഹ്മസത്യം ജഗത്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്ന് പറയും. സോ ഈ സമുദ്രം പോലെ ഈ കാര്യങ്ങൾ, ശാസ്ത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നാലും അദ്ദേഹം പറയുന്നു, ശ്ലോകാർത്ഥാൻ പ്രവശ്യാമി അതുക്തം കോടി ശാസ്ത്രങ്ങളിലുള്ള കാര്യത്തിന് ഞാൻ 2 ലൈനിൽ പറഞ്ഞു തരാമെന്ന് പറയാണ്. മൊത്തത്തിന് ചുരുക്കി ഈ കോടി ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു, അതൊക്കെ ഞാൻ 2 ലൈനിൽ പറയാം. എന്താ? ബ്രഹ്മസത്യം ജഗത്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മമാ സത്യം, ജീവനൊന്നുമില്ല, ജീവനെ തേറെ വേറെ ഒന്നും സത്യമല്ല എന്നുള്ള കാര്യം നാം ഉള്ളത്. ഇത് തന്നെ നമ്മുടെ അടിസ്ഥാനം, ഇത് തന്നെ ഒരു സത്യം. പക്ഷേ ഈ സത്യത്തിനെ നമ്മൾ ആദ്യമേ പോയി ജനങ്ങളടുത്ത് പറയാൻ പറ്റുമെന്നല്ല, പറയാൻ പറ്റില്ല.
ബ്രഹ്മം സത്യമാണ്, ഇത് ലോകമൊക്കെ മിഥ്യയാണെന്ന്. ലോകം മിഥ്യ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. സോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാരമാർത്ഥിക സത്യമായത് അടുത്ത വ്യാവഹാരിക സത്യത്തിൽ വരിക. വ്യാവഹാരിക സത്യത്തിൽ വരുമ്പോൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ നിർവഹിക്കുന്നത്, എപ്പോഴും എങ്ങനെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ള കാര്യത്തിന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പം വിവേകാനന്ദ സ്വാമി അടുത്ത് തന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മതം എന്ന് പറഞ്ഞാൽ എന്തോന്ന് വെച്ചാൽ, മതം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനെ പണ്ട് ഒരു നല്ല ചിട്ടമുള്ള മനുഷ്യനായിട്ടും അവനെ ഈശ്വരനായിട്ടും കൊണ്ടുപോകുന്നതായിട്ടും മതം എന്ന് പറയുന്നു. സോ അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാവഹാരിക സത്യത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായിട്ടും അത് തന്നെ ഒരു ഈശ്വര തുല്യമായിട്ടുള്ള മനുഷ്യനായിട്ടും മാറ്റുക. സോ ആദ്യമേ ഒരു സാധാരണ മനുഷ്യന് ഈശ്വരന് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു മനുഷ്യനെ ഒരു ചിട്ടമുള്ള മനുഷ്യനായിട്ട്, ഒരു നല്ല ജീവിതമുള്ള മനുഷ്യനായിട്ട് മാറ്റുക. അതിനെന്തൊക്കെ പറയണം എന്നുള്ള കാര്യങ്ങൾ സോ വിവേകാനന്ദ സ്വാമിയെ പറയുന്നുണ്ട്. നമ്മുടെ സനാതന ധർമ്മത്തിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ധാരാളം ഉണ്ട്, അതിൽ 3. ഒന്ന്, ഈശാവാസ്യം ഇതം സർവം, ഈശ്വരൻ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം. സോ ഈ കാര്യം നമ്മുടെ മക്കളുടെ അടുത്ത് ബോധ്യപ്പെടുത്തണം. എന്തെന്ന് വെച്ചാൽ ഈശ്വരൻ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നുള്ള കാര്യം ഇവന് ഓർമ്മയിൽ നിൽക്കുകയാണെങ്കിൽ ഇവൻ നല്ല മനുഷ്യനായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. അപ്പോൾ വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, നമ്മളൊക്കെ നല്ലവരായിട്ട് മോഷ്ടിക്കാതെ ഇരിക്കുന്നതിന് കാരണം പോലീസുകാരാണ്. പോലീസുള്ള ആ പേടി കൊണ്ടാണ് നമ്മൾ മോഷ്ടിക്കില്ല, അല്ലെങ്കിൽ അടുത്തവൻ്റെ സ്വത്ത് നമ്മൾ മോഷ്ടിക്കുന്നത്. അപ്പം മോഷണം എല്ലാവർക്കും, കള്ളനാകാതിരിക്കാൻ പോലീസ്. അതുപോലെ ഈശ്വരൻ എല്ലാ സ്ഥലങ്ങളും ഇരുന്നുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഴയ കാലത്തിൽ ഇപ്പോൾ വയസ്സന്മാരൊക്കെ പറയും, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഈശ്വരനുണ്ടല്ലോ, നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു, മുകളിലൊരുത്തനുണ്ടല്ലോ. ആ വിശ്വാസ അടിസ്ഥാനത്തിലുണ്ട് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ. അതിപ്പോൾ കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഈശ്വരനുണ്ട്, അവൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇതുപോലെയുള്ള ചിന്ത നമ്മൾ കൊടുക്കുക. അതിന് ഒത്തുള്ള ചിന്തകൾ നമുക്ക് കൊടുത്താൽ എന്താ, ഒരു സാധാരണ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായിട്ട് മാറും. അതുപോലെ നമുക്ക് ഈ ഇപ്പോൾ ലോകത്തിലുള്ള പ്രശ്നത്തിന് ഒരു കാരണം തമ്മിലടിക്കുക, ശിവനും ഇപ്പം നമ്മുടെ ഹിന്ദുമതത്തിൽ അത് കുറഞ്ഞു, ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ തല്ലുക അത് എന്നൊക്കെ. പക്ഷേ ഇപ്പം എന്തായി, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇത് ആ പ്രശ്നമുണ്ടാകും. പക്ഷേ നമ്മുടെ മതം പറയുന്നത്, സനാതന ധർമ്മം പറയുന്നത് ഏകം സത്ത് പ്രാപകതാവതത്തി, ദൈവം ഈശ്വരൻ ഒന്ന് തന്നെ, പരബ്രഹ്മം ഒന്ന് തന്നെ. നമ്മൾ പല പണ്ഡിതന്മാർ പല രൂപത്തിൽ പല ഒരു നാമത്തിൽ ഭജിക്കുന്നുണ്ട്. ഇത് ബോധ്യമാകുകയാണെങ്കിൽ നമ്മളുള്ള ചെണ്ട കുറയും. അടുത്ത് മൂന്നാമത്തതായിട്ട് പറയുന്നത് കർമ്മ തിയറി. നമ്മൾ ചെയ്തതിന് നമ്മൾ തന്നെ അനുഭവിക്കണം. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ നല്ലത്. അപ്പം നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ സ്നേഹിതനാകും, നമ്മൾ ചീത്ത ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ വിരോധിയാകും. സോ ഈ കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുന്നതിന് ഇതിപ്പോൾ ഞാൻ മുതൽ പറഞ്ഞില്ല, ആദ്യം 2 ലൈനിലുള്ളത് പറയുന്നത് വെച്ചാൽ അത് വലിയ വളർന്ന തത്വമാണ്. ഇപ്പം ഇത് പറയാൻ കടവുൾ എല്ലാ സ്ഥലത്തും, ഈശ്വരനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് അത് ഓർമ്മിക്കണം. നമ്മൾ തമ്മിൽ തല്ലരുത്, നമ്മൾ നല്ലതേ ചെയ്യണം എന്നുള്ളത്. ഇത് അടുത്ത സ്റ്റെപ്പ്. പക്ഷേ ഇതും പോരാന്ന് വെച്ചാൽ നമുക്ക് എന്താകുമെന്ന് വെച്ചാൽ, ഈ ജനങ്ങൾക്കൊക്കെ എന്താ വേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ, ഈശ്വരന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈശ്വരന് പ്രാർത്ഥിച്ച് അതിലെന്തെങ്കിലും കിട്ടണം, ദേഹസുഖം, ലൗകിക വസ്തുക്കൾ വേണം. അപ്പം അതിന് നീ പോയി പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നത് കിട്ടും, അല്ലെങ്കിൽ ഏത് നമുക്ക് നല്ലതോ അത് ഈശ്വരൻ തരും. ആ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ജനങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ, നീ പോയി ഇത് ചോദിക്കുന്നു, അത് ഉടനെ ഈശ്വരൻ തരണമെന്ന് നീ പ്രതീക്ഷിക്കരുത്. എന്തെന്ന് വെച്ചാൽ, നീ നിൻ്റെ കുട്ടിക്ക് കുട്ടി കേൾക്കുന്നതൊക്കെ കൊടുക്കുമോ? ഒരമ്മ കുട്ടി കേൾക്കുന്നതൊക്കെ കൊടുക്കില്ല. കുട്ടിക്ക് ഏത് നല്ലതോ അത് മാത്രം കൊടുക്കും. അതുപോലെ ഈശ്വരൻ അമ്മയെക്കാളും സ്നേഹമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നതൊക്കെ തരില്ല, നമുക്ക് ഏത് നല്ലതോ അത് തരും. ഇപ്പോൾ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഇനിപ്പ് കൊടുക്കും, സ്വീറ്റ് കൊടുക്കും, ചിലപ്പോൾ കസപ്പ് മരുന്ന് കൊടുക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ 2 തല്ലും കൊടുക്കും, ഇല്ലേ? അപ്പം അതൊക്കെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ ഈശ്വരൻ നമുക്ക് നന്മ ചെയ്യും, തിന്മയും ചെയ്യും. അത് തിന്മയല്ല, അതൊരു നമ്മുടെ ശരിയാക്കാനുള്ള ഇതാണ്. അതുപോലെ നമുക്ക് ചില അടിയും കിട്ടും. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ എന്താകുമെന്ന് വെച്ചാൽ,
ഒരു ഈശ്വര രൂപത്തിനെ വിട്ടിട്ട് അടുത്ത ഈശ്വര രൂപത്തിന് പോകുക, അല്ലെങ്കിൽ മതപരിവർത്തനം, ഇതൊക്കെ കുറയും. സോ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മൊത്തം ശാസ്ത്രത്തിനെ അവൻ പഠിച്ച് മെമ്മറി വെച്ചിട്ട് ഒന്നും ആകേണ്ടതില്ല. അടിസ്ഥാനങ്ങൾ നമ്മുടെ മതം എന്താ പറയുന്നു, സനാതന ധർമ്മം എന്ത് പറയുന്നു. സോ ഈശ്വര രൂപങ്ങളിൽ ഇപ്പോൾ ഇനി പ്രാർത്ഥിക്കൂ, പക്ഷേ ഈശ്വര രൂപം എനിക്ക് എന്താ പറയുന്നു, അവിടെ തത്വം എന്താ? ഇപ്പോൾ വലിയ വിനായക പെരുമാൻ വലിയ വയറ് വെച്ചിരിക്കുന്നു, അത് കാണുമ്പോൾ എന്താ ഞാൻ ചോദിച്ചാൽ എന്താ പറയും, ധാരാളം മോദകം തിന്നു അതുകൊണ്ടാണ് വയറ് വലുതിരിക്കുന്നത്. അങ്ങനെയല്ല, ലോകം എല്ലാമേ ലോകം ഈശ്വരൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് വച്ചിരിക്കുന്നത്. സോ ഒരു ചെറിയ മൂഷിയും വെച്ചിരിക്കുന്നു, അതിൻ്റെ മുകളിൽ കയറി ഇരുന്നാൽ മൂഷി എന്താവും, വിനായകർ കയറിയിരിക്കുകയാണെങ്കിൽ ചേട്ടനി. പക്ഷേ എന്തിനു വെച്ചിരിക്കുന്നു? എല്ലാ ജീവരാശികളിലും ഈശ്വരനുണ്ട്. അഹമാത്മാ ഗുണാകേശ സർവഭൂതാചേസിതം ഭഗവാൻ പറയുന്നു. ആ തത്വം നമുക്ക് മനസ്സിലാക്കാം. സോ ഈശ്വരന് പോയി പ്രാർത്ഥിക്കാൻ പോകുന്നു, എനിക്ക് അത് വേണം ഇത് വേണം ചോദിക്കാൻ പോകുന്നു. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ആ ഈശ്വര രൂപത്തിൽ തത്വം വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഈശ്വര രൂപത്തിൽ എന്ത് തത്വം വച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ പോകുമ്പോൾ ആ ചിന്ത വരും. ഈ പ്രാർത്ഥിക്കാൻ തന്നെ പോകുന്നു, സ്കൂട്ടർ വേണം, നെക്ലസ് വേണം പ്രാർത്ഥിക്കാൻ പോകുന്നു, പക്ഷേ ഈ തത്വം ഓർമ്മിക്കാൻ. അപ്പം നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഇതുപോലെ നമ്മൾ ഇന്ന് നിലവിലുള്ള വ്യാപകാര സത്യത്തിലുള്ള ഈശ്വര രൂപങ്ങളുടെ തത്വങ്ങളെന്ത്, അതുപോലെ നമ്മുടെ കഥകൾ പുരാണങ്ങളിൽ മുഖ്യമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൽ എന്തൊക്കെ എടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ പാഠമായിട്ടിട്ടിരിക്കുന്നു. സോ മൊത്തം ശാസ്ത്രങ്ങളും മൊത്തം ശ്ലോകങ്ങളും ഒന്നും ആരും പഠിച്ചും മനസ്സിൽ തലയിൽ വച്ചിരിക്കാൻ പറ്റില്ല. പക്ഷേ പ്രധാനമായിട്ടും നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരു മനുഷ്യൻ നല്ലവനായിട്ട് ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാൻ എന്തൊക്കെ നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് അത് ഒരു സെലക്ട് ചെയ്തെടുത്ത് അത് 5 പുസ്തകമായിട്ട് നമ്മൾ ഇട്ടതുണ്ട്. അതുപോലെ നമ്മൾ വേറെ ഇതും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സനാതനധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞ് ജാതി വ്യത്യാസമുണ്ട്, തുടരുതെന്ന് പറയുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ ഹിന്ദുമതത്തിലുള്ളതല്ല. ജാതി ഹിന്ദുമതത്തിൽ എവിടെയും പറഞ്ഞില്ല. ഏത് ശാസ്ത്രത്തിലും, വേദത്തിലാകട്ടെ, ഇതിഹാസത്തിലോ പുരാണത്തിലോ മനുസ്മൃതിയിലോ ഏതിലും ജാതി കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ വെല്ലുവിളിക്കാണ്, പ്രഭാഷണങ്ങൾ പറയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കാണിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ വർണ്ണം പറഞ്ഞിട്ടുണ്ട്. വർണ്ണം ജനനായിട്ട് പറഞ്ഞിട്ടില്ല. ചെയ്യുന്ന ഗുണകർമ്മ വിഭാഗസത്ത് തന്നെ പറയുന്നത്. ജന്മം കൊണ്ട് ഒരു വർണ്ണം നിർണ്ണയിക്കുന്നില്ല. സോ നമ്മുടെ ശാസ്ത്രങ്ങളിൽ എവിടെയുമേ വർണ്ണമോ ജാതിയോ ജനനം കൊണ്ട് നിശ്ചയിക്കുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെ ഉണ്ട്. ഇതിന് കാരണം എന്താ? ഗവൺമെൻറ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റിൽ നടന്ന സന്യാസ സമ്മേളനം തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോൾ ഒരു സ്വാമി പറഞ്ഞു, ഇതൊക്കെ അവർ മിഷണറീസ് കൊണ്ടുവന്നത് തന്നെ, അവരുടെ ഇതിൻ്റെ കിട്ട് വന്നതിന് ശേഷം തന്നെ ഇത് അധികം കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഇത് നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ജാതി വ്യത്യാസമില്ല, തുടരുത് എന്നൊക്കെ പറയരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും ഈശ്വരനുണ്ട്. ഈശാവാസ്യം ഇതെന്ന് സർവ്വമെന്ന് പറയുന്നു. അഹമാത്മാ കൂടാകെ സർവ്വഭൂതാ ചെയ്തത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഈശ്വരനുണ്ടെങ്കിൽ ഞാൻ ഈശ്വരനെ തുടരില്ല എന്ന് പറയുമോ? അവൻ ശുദ്ധനല്ലേ ഈശ്വരനുണ്ടെങ്കിൽ? സോ ഈ കാര്യങ്ങൾ നമ്മൾ വ്യവകാര്യ സത്യത്തിൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ജീവിച്ചാൽ നന്നായിട്ട് ജീവിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചാൽ ഒരു നല്ലവനായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ പറ്റുമോ, അതിൽ നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ശാസ്ത്രങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. ഇത് നമുക്ക് മതി. മൊത്തവും പഠിക്കണമെന്നില്ല, വേണമെന്നുള്ള രാമകൃഷ്ണദേവൻ പറയാറുണ്ട്. നീ ചാരായക്കടയിൽ പോയാൽ അവിടെ എത്ര ചാരായിരിക്കുന്നു, എത്ര പീപ്പായിരിക്കുന്നു എന്ന് എന്തിനു എനിക്ക് വേണ്ടിയത് ഒരു 1/2 ലിറ്റർ എന്തോ அதை കുടിച്ചിട്ട് ഇതൊന്നും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയതിന് നമുക്ക് ഈ കുറച്ച് ദിവസം ഇരിക്കുന്ന കാലത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ കുറച്ച് ആ പുസ്തകത്തിൽ എടുത്തിട്ടിരിക്കുകയാണ്. സ്വാമിജി, നേരത്തെ നമ്മൾ ഒരു വിശ്വാസിയുടെ ആധ്യാത്മികതയെക്കുറിച്ചും ഒരു സന്യാസിയുടെ ആധ്യാത്മികതയെക്കുറിച്ചും ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന് അങ്ങ് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. എന്താണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് അറിയേണ്ട സത്യം, നമ്മളെ തന്നെ തിരിച്ചറിയുക, നമ്മളെ ശരീരമല്ല, നമ്മൾ ആ ശുദ്ധബോധമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ള അവർ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തന്നു. അപ്പം നമ്മുടെ ഭാരതീയ ഋഷിമാർ തന്നെ നമ്മൾക്ക് മുന്നിൽ കുറേ ഉപമകളും കഥകളിലൂടെയാണ് ഈ ഒരു തത്വത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പെട്ടെന്ന് അത് നമ്മുടെ ഉള്ളിൽ പതിയാൻ വേണ്ടിയിട്ട് ഒരു ആകർഷണം നമ്മളിൽ വന്ന് അതിലൂടെ സഞ്ചരിച്ച്
ആ തത്വത്തെ അറിയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഋഷിമാരിത് എല്ലാം നമുക്ക് നൽകിയത്. അപ്പം അങ്ങേ സ്വാധീനിച്ച ഉപമയോ ശ്ലോകമോ കഥയോ ഒന്ന് നമ്മൾ സാധകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? ഞാൻ കുട്ടിക്കാലത്ത് മതപഠന ക്ലാസ്സിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ക്ലാസ് എടുത്ത് ശൈവക്കുരിശിൽ രാമചന്ദ്രപിള്ള എന്ന സാറാണ്. അപ്പോൾ അദ്ദേഹം ധാരാളം കഥകൾ പറയും. അപ്പോൾ അതിൽ ഒരു കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ പ്രഭാഷണങ്ങളിലും അത് പറയാറുണ്ട്. ഒരുത്തൻ, അവന് ഭാര്യ, അവന് അമ്മ അച്ഛൻ 2 കുട്ടികൾ, മൊത്തം 6 പേര് ഒരു വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തായി, ഇവൻ മരിച്ചു പോകുന്നു. അപ്പോൾ ഇവർ മരിച്ചു. ഇവർ ദിവസം രാത്രി വൈകുന്നേരം ആകുമ്പോൾ ഈ ഭാര്യയെയും അവൻ്റെ അമ്മയും എല്ലാം ഒരേ കരച്ചില ശബ്ദം പോട്ട്, അയ്യോ പോയല്ലോ, ഞാനല്ലേ മുമ്പ് പോയിരിക്കേണ്ടത്, നീ പോയല്ലോ, നീ ഇരുന്ന് ഞങ്ങൾ പോയല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ട് ദിവസം കരയും. ഇങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എന്തായി, ഒരു ദിവസം രാത്രി 12 മണിക്ക് കതവിനാരോ തട്ടുന്നുണ്ട്. ഇവരകത്തിരുന്ന് ചോദിക്കുകയാണ് ആരാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറയും, ഞാൻ യമധർമ്മരാജൻ വന്നിരിക്കുന്നു. യമധർമ്മരാജൻ വന്നോ? എന്തുകൊണ്ട് വന്നു? ഇപ്പോൾ അല്ലേ ഒരുത്തിനെ കൊണ്ടുപോയി തിരിച്ചു വന്നു? ഇല്ല, നിങ്ങൾ വളരെ വിഷമിച്ച് കരഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവനെ തിരിച്ച് തരാമെന്ന് വന്നിരിക്കുന്നു. അപ്പോൾ അവനെ നിങ്ങൾ തിരിച്ച് ജീവിതം തരാം. വളരെ സന്തോഷം, അപ്പോൾ കൊടുക്കണം. ഇല്ല, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അവന് പകരം നിങ്ങൾ ആരെങ്കിലും ഒരാൾ തരണമെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇതൊക്കെ ഞങ്ങളുടെ സാധു പറഞ്ഞ കഥയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, അപ്പോൾ ആരാ പോകാനിപ്പോൾ? ആരെങ്കിലും ഒരാൾ പോകണമല്ലോ. അപ്പോൾ ഈ എല്ലാവരും ചേർന്ന് അവൻ്റെ അച്ഛൻ 90 വയസ്സായുള്ളൂ, 90 വയസ്സായ അച്ഛനെ നോക്കി. അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഒരു ഹിന്ദുവെങ്കിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും കാശിയിൽ ഇത് പോയി ദർശിച്ചിരിക്കണം, ഗംഗയിൽ കുളിച്ചിരിക്കണം. അത് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പോകാൻ പറ്റില്ല, എനിക്ക് കാശിയും ഗംഗയും പോകാനൊരു ഭാഗ്യമുണ്ടെന്ന്. അപ്പോൾ ഇനി അടുത്ത ചാൻസ് ആർക്കെന്ന് വെച്ചാൽ അമ്മയ്ക്ക്. അദ്ദേഹത്തിന് അവൾക്കൊരു 85 വയസ്സായുള്ളൂ. അവരുടെ ചോദിച്ചാൽ, അയ്യോ, ഭർത്താവ് ഇരിക്കുമ്പോൾ ഞാൻ പോയാൽ അവർക്ക് ശുശ്രൂഷ ആര് ചെയ്യും? എന്നിട്ട് ഞാൻ അറിയില്ലാന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അടുത്ത ചാൻസ് ഭാര്യയ്ക്കാം. ഭാര്യയെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അയ്യോ ഞാൻ പോയി നിങ്ങളുടെ ഇരിക്കാമല്ലോ എന്നൊക്കെ കരഞ്ഞു. അവൾ തന്നെ അധികം ഭാര്യ വയ്ക്കുന്നത് ശബ്ദമായിട്ട്. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ, ഞാൻ പോയാൽ ഇദ്ദേഹം വന്ന് വേറൊരു വിവാഹം കഴിക്കും, അവൾ എൻ്റെ 2 കുട്ടികളെയും ജയിക്കാൻ നോക്കില്ല, അതുകൊണ്ട് ഞാൻ പോകില്ല എന്നായി. ഇവർ 2 കുട്ടികൾ, അവർ ചെറുപ്പക്കാരല്ലേ, അവർ 8 വയസ്സും 10 വയസ്സും. അയ്യോ ഞങ്ങൾ പോകുന്നില്ല എന്ന് അവർ പുറവേശത്ത് ഓടി. സോ ഇപ്പോൾ യമധർമ്മരാജൻ ചോദിക്കുകയാണ്, ആരാ വരുന്നു? ഞാൻ ഇവനെ കൊണ്ടു. അത് ആരും വരുന്നില്ല, നീ അവനെ തന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ യമധർമ്മരാജൻ പറയാണ്, നിങ്ങൾ പിന്നെ ഓന്ന് വന്ന് ഒപ്പാരിക്കുന്ന ദിവസം കരയുന്നു, വെറുതെ ഇതായിട്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇനി ഞങ്ങൾ കരയില്ല, നീ കൊണ്ടുപോയിക്കോ, ഞങ്ങൾ ആരും വരുന്നില്ല എന്ന് പറഞ്ഞു. കൊണ്ടുപോയി. ശരിക്കും വന്നത് യമധർമ്മരാജനല്ല, അടുത്ത വീട്ടിലുള്ളവനാ. അവന് ഉറങ്ങാൻ പറ്റില്ല, ഇവർ കരയുന്നു, ശബ്ദിച്ച് കരയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് കഥ പറഞ്ഞു തന്നു. അപ്പോൾ ബന്ധുക്കളെല്ലാം ആരും നമ്മുടെ കൂടെ വരില്ല, നമുക്ക് വേണ്ടി അവർ പോകുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ്സിൽ സാറ് പറഞ്ഞു തരാം. ബന്ധുക്കൾ നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിക്കുന്ന ഒന്നും നമ്മൾ കൂടെ വരില്ല. ഒരു പണം വരില്ല, പട്ടം പദവി ഒന്നും വരില്ല, കാറോ വീടോ ഡ്രസ്സ് ഒന്നും വരില്ല, സ്വന്തക്കാരും വരില്ല. അപ്പോൾ നമ്മൾ ഇതിൽ വരിയായിട്ട് നമ്മൾ എന്ത് സമ്പാദിക്കണം നമ്മൾ ചിന്തിക്കണം. ബന്ധുക്കളൊക്കെ ഇത്ര തന്നെ. ഇതിൽ പട്ടണത്താറിൽ പാട്ടിലും വരും, ഇത് കണ്ണദാസനെ അത് പാടി, ഇത് വീട് വരെ മനവി കാട് വരെ പിള്ളേ എന്നൊക്കെ പാടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥയാണ്. സോ നമുക്ക് ഈ ദേഹം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കൂടെ വരില്ല. അപ്പോൾ നമ്മൾ ആത്മാവിനുള്ള കാര്യങ്ങൾ നമ്മൾ സമ്പാദിക്കണം, കൊണ്ടുപോകാൻ എന്ത് സമ്പാദിച്ചിട്ടെന്നുള്ള കാര്യം വേണം. അപ്പോൾ ആത്മപുരോഗതിക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കണം പറഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ട. അതുപോലെ തന്നെ മതപഠന ക്ലാസ്സിൽ ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു കുട്ടി, ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിച്ച് പറയാണ്, നമ്മുടെ ഹിന്ദുക്കളൊക്കെ ശരിയില്ല, അവർ ശരിക്കും ഈ പെണ്ണുങ്ങൾ ഇത് വിവാഹത്തിന് വേണ്ടി സ്ത്രീധനം ധാരാളം ചോദിക്കുന്നുണ്ട്, പക്ഷെ മറ്റു മതസ്ഥർ അങ്ങനെയില്ല, അവർ സ്ത്രീധനം കൂടുതൽ കൊടുത്തില്ലെങ്കിലും അവർ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തിരിച്ചും പറഞ്ഞുകൊണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു, അവരങ്ങനെ പറയുന്ന വെച്ചാൽ അവർ നിങ്ങളുടെ ഹിന്ദു പെൺകുട്ടികളൊക്കെ നല്ലവരാ, അതുകൊണ്ട് അവരുടെ മേൽ വിശ്വാസം കൊണ്ട് അവരങ്ങനെ ചോദിക്കുന്നു. ഇനി ഇത് നമുക്കൊരു ഇത് പതിവായിപ്പോയി, അതുകൊണ്ട് ഇവർ കുറച്ച് സ്ത്രീധനം ചോദിക്കുന്നു. പക്ഷെ എല്ലാവരും ചോദിക്കുന്നതല്ല, എന്തൊക്കെ സമാധാനം പറഞ്ഞോ അവരതിന് സമ്മതിച്ചില്ല. സമ്മതിച്ചാൽ തിരിച്ചും മാറ്റി ചോദിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് കോപം വന്നപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇനി മതം മാറിപ്പോ, അങ്ങനെ പറഞ്ഞു. ദേഷ്യം കൊണ്ട് പറഞ്ഞതാ, നീ അപ്പോൾ മതം മാറിപ്പോ. അപ്പോൾ ആ കുട്ടി ഒരു കാര്യം പറഞ്ഞു, ഞാൻ മതം മാറിപ്പോയിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് മതപഠന ക്ലാസ്സിൽ ജൊറാവർ സിംഗ് പതേർ സിംഗ് കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആ കഥ പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഞാൻ മതം മാറും. അപ്പോൾ ജൊറാവർ സിംഗ് പതേർ സിംഗിൻ്റെ സ്ഥിതി എന്തായിരുന്നു? അവരുടെ ജീവന് കുറച്ചായിട്ട് കെട്ടി, ജീവനോട് സമാധി കെട്ടിയപ്പോഴും അവരൊന്ന് മതം മാറില്ല എന്ന് നിന്നു, ഗോവിന്ദശമ്മൻ്റെ മക്കൾ. അപ്പോൾ രണ്ടുപേരും, അണ്ണനും തമ്പിയും. അപ്പോൾ തമ്പി പറയുകയാണ്, അണ്ണൻ ഒരു ഘട്ടം വന്നപ്പോൾ രണ്ടുപേരെയും അടുത്ത് നിർത്തിയ സമാധി കെട്ടുന്നു. ഒരു ഘട്ടം വന്നപ്പോൾ അണ്ണൻ്റെ കണ്ണിലിരുന്ന് കണ്ണീര് വരുന്നു. അപ്പോൾ അനിയൻ്റെ പറയുന്നു, നീ എന്താടാ നീ ഇത് നമ്മുടെ മതത്തിന് വേണ്ടി, നമ്മുടെ നാട്ടിന് വേണ്ടി നമ്മൾ ജീവനെ കൊടുക്കാൻ എനിക്ക് വിഷമമാണോ? നീ അപ്പോൾ മതം മാറിപ്പോ, നീ ഇങ്ങനെ കരയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചേട്ടനെന്ന് പറയാനേ എനിക്ക് ലജ്ജമുണ്ട്, ഗുരു ഗോവിന്ദസിംഹൻ്റെ മക്കളാണെന്നൊക്കെ അപ്പോൾ പറയുന്നു. അപ്പോൾ ഈ ചേട്ടൻ പറയാണ് അനിയൻ്റെ അടുത്ത്, ഞാൻ കരയുന്നത് ഞാൻ മരിച്ചു പോകുന്നുള്ളതിനല്ല, പക്ഷേ ഞാൻ ആദ്യം ജനിച്ചു, നിന്നെക്കാട്ടിൽ 2 കൊല്ലം മുമ്പ് ഞാൻ ജനിച്ചു. പക്ഷേ ഇപ്പം ഇവർ സമാധി കെട്ടുമ്പോൾ നീ ആദ്യം മരിക്കാൻ പോകുന്നു. സോ ഞാൻ ആദ്യം ജനിച്ചും ഈ നാട്ടിന് വേണ്ടി, മതത്തിന് വേണ്ടി ജീവനെ കൊടുക്കാനുള്ള ഭാഗ്യം നിനക്കല്ലേ ആദ്യം കിട്ടി, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ചിന്ത കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ പറയുന്നു, ഇപ്പം തന്നെ നമ്മൾ ഗുരു ഗോവിന്ദസിംഹൻ്റെ മക്കൾ നമ്മൾ സന്തോഷമായിട്ട് ജീവിതം ജീവിക്കാൻ പറഞ്ഞാൽ ഒരു സമാധി കിട്ടിയെടുക്കുന്നു. ഈ കഥ പഠിച്ചിട്ട് ഞാൻ എങ്ങനെ മതം മാറുമെന്ന് ആ കുട്ടി ചോദിച്ചു. അപ്പോൾ എനിക്കത് വളരെ ടച്ചിങ് ആയിട്ടിരുന്നു. ആ കഥ പറഞ്ഞു കൊടുത്തതുകൊണ്ട്, ആ പഠിച്ചതുകൊണ്ട് അവർ ജീവനെ കൊടുക്കുന്നു, എനിക്ക് വിവാഹമായില്ല എന്ന് പറഞ്ഞ് ഞാൻ മതം മാറുമോ ചോദിച്ചു. എനിക്ക് ഒരു ഉത്തരവും പറയാം, ഒന്നും ഉത്തരമില്ല, ഞാൻ മിണ്ടാതെ ഇരുന്നു. അപ്പോൾ ഇതുപോലുള്ള കഥകൾ ഒരു മനുഷ്യനെ മാറ്റും. ആശ്രമത്തിൽ ഈ രാമകൃഷ്ണ മന്ദിരത്തിലേക്ക് നമ്മൾ കയറിപ്പോയപ്പോഴത്തേക്ക് അവിടെ ആ അവിടുത്തെ ആ ചുമരിലെ ഒരു ശില്പം ശ്രദ്ധിക്കുകയുണ്ടായി. അതിലൊരു സിംഹവും ആടും പരസ്പരം നക്കുന്ന രീതിയിൽ, അതായത് അവരുടെ സ്നേഹപ്രകടനം കാണിക്കുന്ന രീതിയിൽ അവിടെ വച്ചിരിക്കുന്നത് കണ്ടു. എന്താണ് ആ ഒരു ശില്പം ഉദ്ദേശിക്കുന്നത്? വിവേകാനന്ദ സ്വാമി രാമകൃഷ്ണ ക്ഷേത്രം പണിയുമ്പോൾ എന്തൊക്കെ ഇരിക്കണമെന്ന് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. രാമകൃഷ്ണദേവൻ്റെ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലത്തെ ഒരു ചിത്രം ഇരിക്കണം. അതായത് സിംഹം ആട്ടിനെയും ആട് ചിങ്കത്തിനെയും നക്കുന്നത് പോലെ ഒരു ചിത്രം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഒരു ആർട്ടിസ്റ്റ് വരഞ്ഞാൽ അത് നമ്മൾ ഇതിൽ ചുവരിൽ പതിച്ചിരിക്കുകയാണ് രൂപീകരിച്ച്. വിവേകാനന്ദ സ്വാമിയുടെ ചിന്ത എന്ന് വെച്ചാൽ, ഇപ്പോൾ അതായത് പരസ്പരം ഭാവം എന്തെന്ന് ഗീത പറയുന്നില്ല, മാറി മാറി നമ്മൾ സഹായിക്കണം എന്ന് പറഞ്ഞ്, അതാണ് നമുക്ക് വേണ്ടിയത്. പക്ഷേ പരസ്പരം ഭാവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എങ്ങനെ സഹായം നടക്കുന്നു വെച്ചാൽ, വലിയ പണക്കാരനെ സഹായിക്കും, ഒരു ഏഴെന്ന് ആ തരത്തിലുള്ളവർ സഹായിക്കും, അല്ലെങ്കിൽ ഒരു ചുമതല ഉണ്ട്, കലക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിൽ അവർ തമ്മിൽ പരസ്പരം സഹായം കാണും. അത് സാധാരണ. പക്ഷേ വിവേകാനന്ദ സ്വാമി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, സഹായിക്കുന്നത് ആരെന്നുള്ളതല്ല, ആരെ എന്നാലും സഹായിക്കണം, എല്ലാവരെയും സഹായിക്കണം എന്നുള്ളതാണ് വിവേകാനന്ദ സ്വാമിയുടെ ഇത്. അപ്പോൾ ഈ സിംഹം എന്ന് പറയുന്നത് വലിപ്പമുള്ളതാണ്, വലിമ കൂടിയതാണ്, സ്ട്രെങ്ത് കൂടിയതാണ്. ആട് സ്ട്രെങ്ത് പറഞ്ഞു, സിംഹം ഒരു അടി കൊടുക്കുകയാണെങ്കിൽ ആട് പോവും. അപ്പോൾ വലിയ നിലയിലുള്ളവർ തന്നെക്കാട്ടിലും ഇത് എളുപ്പമായിട്ടുള്ളവർ, എളിതായിട്ടുള്ളവർ, കുറഞ്ഞവരെ നമ്മൾ സഹായിക്കണം. അതായിരുന്നു നമ്മുടെ സിദ്ധാന്തം. അതാണ് എല്ലാവരും സഹായിച്ചു ഒരുത്തർ മേലോട്ട് കൊണ്ടുവരിക. ഇത് ഞങ്ങൾ സാധാരണമായിട്ട് പറയാറുണ്ട്. ഇത് മറ്റ് സിദ്ധാന്തങ്ങളൊക്കെ എന്ന് പറയുന്നത് വെച്ചാൽ,
വലിപ്പം കൂടിയവനുണ്ടെങ്കിൽ, ഒരു പണക്കാരനുണ്ടെങ്കിൽ അവന് ഏളയുണ്ടെങ്കിൽ പണക്കാരനെ വെട്ടുക, അവനെ ഏളയാക്കുക. അങ്ങനെയല്ല, നമ്മൾ എല്ലാവരെയും ഈശ്വരനാക്കണം എന്നാണ് നമ്മുടെ. എല്ലാവരും ഉയർന്ന നിലയ്ക്ക് കൊണ്ടുവരണം. അപ്പോൾ വലിപ്പമുള്ളവൻ തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണ ഒരു സ്ട്രെങ്ത് ഇല്ലാതെ ഒരാളിനെ കൂടെ അദ്ദേഹത്തിൻ്റെ അവരുടെ അടുത്ത് സ്നേഹം കൊണ്ട്, അതായത് വിവേകാനന്ദ സ്വാമി പറയുന്നു, മാതൃദേവോഭവ, ആചാര്യ ദേവോഭവ ഇതൊക്കെ പറയുന്നത് പോലെ മൂർഖ ദേവോഭവ, ദരിദ്ര ദേവോഭവ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആർക്കൊക്കെ കഴിയുന്നില്ലയോ അവരെയൊക്കെ നമ്മൾ സ്നേഹിച്ച് മുകളിൽ കൊണ്ടുവരണം. അങ്ങനെയുള്ള സ്നേഹം വേണമെന്നുള്ളത് നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് ഇത്. ഒരു സിംഹം ആട്ടിനെ, അപ്പോൾ സിംഹം എന്ന് വെച്ചാൽ അത് സിംഹം എന്നല്ല, മനുഷ്യരിലും ബലമുണ്ട്, അധികാരമുണ്ട്, പണമുണ്ട്. അവർ ഇപ്പോൾ ഇതൊന്നും വയ്യാവിളിയിൽ ഒരു ഇതുണ്ട്, അയ്യ പറഞ്ഞതായിട്ടൊരു ഇതുണ്ട്. അയ്യാവളി എന്ന് പറഞ്ഞാൽ ഈ സ്വാമിത്വപ്പലുണ്ട്. അയ്യ വൈകുണ്ട് താളക്കിടപ്പാരെ തർക്കാപ്പതേ ധർമ്മം. ആരൊക്കെ താഴ്ന്നു കിടക്കുന്നോ അവരെയൊക്കെ രക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത് തന്നെ ധർമ്മം എന്ന് പറഞ്ഞു. അപ്പോൾ വലിമ കൊള്ളവൻ അവർക്ക് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതുപോലെ അത് ഒരു മാത്രമല്ല, വ്യാൻസ്വാമി ഇന്നൊന്ന് പറയുന്നുണ്ട്, നമ്മൾ ആദ്യം ശാസ്ത്രജ്ഞാനം നോക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം മറ്റവർക്ക്. ശാസ്ത്രജ്ഞാനം മറ്റവർക്ക് കൊടുക്കണം. ഇത് ശാസ്ത്രജ്ഞാനമുള്ള ഞാൻ മറ്റവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. വ്യാൻസ്വാമി ചെന്നൈയിൽ പറയുമ്പോൾ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ശാസ്ത്രം പഠിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാകില്ല, താഴ്ത്തപ്പെട്ടവർക്ക് മനസ്സിലാകില്ല, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. ഇത് വേറെയും രാമകൃഷ്ണദേവൻ്റെ ശിഷ്യന്മാരിൽ ഒരു സംഭവം നടന്നു. ഒരു ലാട്ടു എന്നൊരാളാണ്. ലാട്ടുവിൻ്റെ കൂടെ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു ഹിസ്റ്ററിയൊക്കെ അറിയുന്ന ആൾ, ഈ ക്ഷേത്രം ഒരു 500 കൊല്ലത്തിൻ്റെ പഴക്കമായിരിക്കും എന്ന്. അതെങ്ങനെ അവിടെ ഉള്ള ചിത്രങ്ങൾ, അവർ ശില്പങ്ങളൊക്കെ വെച്ച് പറയുകയാണ്. ഈ ലാട്ട് ചോദിക്കുന്നു, അതെങ്ങനെ നീ 500 കൊല്ലം പഴക്കമായി എന്ന് പറയുന്നു എന്ന് വെച്ച്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ ലാട്ടു എന്ന് പറഞ്ഞാൽ എഴുതാനും പഠിക്കാനും അറിയാത്ത ആളാണ്, വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല, അങ്ങനെയുള്ള ആളാണ്. പക്ഷേ ഈ രാമകൃഷ്ണദേവൻ്റെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. അർബുദാനന്ദ സ്വാമി എന്നാണ് പിന്നീട് പേരിട്ട്, സ്വാമിയാണ്, ഡയറക്റ്റ് ഡിസേബിളാണ്. പറയുന്നു, നീ അങ്ങനെ പറയാതെ തെറ്റ്, നീ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നതാണ് പറയുന്നത് തെറ്റ്, എനിക്ക് മനസ്സിലാകുന്ന വണ്ണം പറയാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു, സമ്മതിച്ചോ എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ കാര്യം എന്തുണ്ടോ അത് മറ്റവർക്ക്, താഴ്ത്തുന്നവർക്ക്, അത് നമ്മുടെ ജ്ഞാനമായാലും ശരി, ധനമായാലും ശരി, എന്തായാലും ശരി, നമ്മൾ താഴ്ന്നവർക്കും നമ്മൾ സഹായിക്കണം. അവരെയും നമ്മുടെ കൂടെ നമ്മുടെ ഒരു അംഗമായിട്ട് വിചാരിക്കണം. അത് അവർക്ക് അകത്തിരിക്കുന്നതെന്ന് ആത്മാ തന്നെയല്ലോ. ഇപ്പോൾ രാമകൃഷ്ണദേവൻ തന്നെ ഒരിടത്തും പറയുമ്പോൾ എല്ലാവരും ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജീവദയ എന്ന് വരുന്ന ആ പുസ്തകത്തിൽ ഇപ്പോൾ രാമകൃഷ്ണദേവൻ പറയുന്നു, ജീവദയ ഇല്ല, ജീവസേവ. ദയ കാണിക്കുന്നതിന് ഭഗവാന് മാത്രമേ ഇതുകൊണ്ട് തകുതിയുണ്ട്. നമ്മളത് പറയാൻ പറ്റില്ല. നമ്മൾ സേവ തന്നെ ചെയ്യണം. എങ്ങനെ സേവ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാരകത്തും ഈശ്വരൻ ഇരിക്കുന്നു എന്നുള്ള ആ ബോധത്തോടെ നമ്മൾ സേവ ചെയ്യണം. അപ്പോൾ ആ ചിന്ത വരണം. അപ്പോൾ ആരും താഴ്ന്നവരുമല്ല, ആരും ഉയർന്നവരുമല്ല, എല്ലാവരും ഈശ്വരനും, എല്ലാം സമമാണ്. ആ ചിന്ത വരണം. അപ്പോൾ വലിയവൻ താഴ്ന്നവനുള്ള ഒരു ചിന്ത ഇല്ലാതെ എല്ലാവരും ഒന്നെന്നുള്ള ഒരു ഒറ്റുമ വരണം എന്നുള്ളത്, ആ ചിന്ത എല്ലാവർക്കും വരാൻ വേണ്ടി ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. ഇപ്പം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞൊരു ഉദാഹരണമാണല്ലോ, ഇങ്ങനൊരു ശില്പം എല്ലാ ശ്രീരാമകൃഷ്ണ ക്ഷേത്രങ്ങളിലും വേണം. അതിനോടൊപ്പം തന്നെ മറ്റു പലതും വേണമെന്ന് പറഞ്ഞല്ലോ, അതെന്തൊക്കെയാണ്? അത് പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞത്, ഈ ക്ഷേത്രം ഒരു പണിയുമ്പോൾ മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു ഓങ്കാരത്തിൻ്റെ ഒരു രൂപം വരുന്നതിന് തക്ക രൂപീകരിക്കണം. പക്ഷേ അത് നമ്മളത് ആലോചിച്ച് നോക്കി, ഇത് കെട്ടുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കി, അങ്ങനെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് അതില്ല. അതുപോലെ എന്നു വെച്ചാൽ ഗർഭഗൃഹത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് അന്നപ്പറവയുടെ മുകളിൽ താമരയുടെ മുകളിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക ചെയ്യണമെന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചെന്നൈയിൽ ഒരു ആർട്ടിസ്റ്റ്, നമ്മൾ കുറേ സ്വാമിമാരൊക്കെ ആലോചിച്ച് ആ ആർട്ടിസ്റ്റിന് പല പടങ്ങളൊക്കെ വരഞ്ഞു. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ വച്ചിരിക്കുന്ന പോലെ ഒരു ചിത്രം വരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നോക്കിയിരിക്കും, അന്നപ്പുറം ഇരിക്കും, അതിൻ്റെ മുകളിൽ താമര, അതിൻ്റെ മുകളിൽ. ഇതൊക്കെ വിവേകാനന്ദ സ്വാമി പറഞ്ഞതാണ്. ഇപ്പം രാമകൃഷ്ണ മഠങ്ങളിലും പല മഠങ്ങളിലും എന്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ, ഒരു അന്നത്തിൻ്റെ ഒരു ചിത്രം, താമരയിൽ ഭഗവാൻ ഇരിക്കുന്ന പോലെ ആ പീഠത്തിൽ അന്നത്തിൻ്റെ ഒരു ചിത്രം വെച്ചിരിക്കും. നമ്മൾ ഇത് നമ്മുടെ ആർട്ടിസ്റ്റ്
ഇങ്ങനെ വരഞ്ഞു തന്നു എന്നത്തിൻ്റെ മുകളിൽ. ഇതൊക്കെ വിവേകാനന്ദ സ്വാമി ഒരു ക്ഷേത്രം എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന് പറഞ്ഞത് കാര്യമാണ്. ഇത് രാമകൃഷ്ണ മിഷൻ പുസ്തകങ്ങളിലും ഉണ്ട് ഈ കാര്യങ്ങൾ. സ്വാമിജി, മതപഠനശാലകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് അങ്ങ് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എന്താണ് ബേസിക്കായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളതെല്ലാം പറഞ്ഞായിരുന്നു. ഈ വിവേകാനന്ദ ആശ്രമത്തിൻ്റെ, വെള്ളിമല വിവേകാനന്ദ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ മധുരാനന്ദ സ്വാമിയുടെ കാലത്തിരുന്ന അവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, ക്ഷേത്രങ്ങളിൽ ഈ വാർഷികം നടക്കുമ്പോൾ അവിടെ പോയി മതത്തിനെ കുറിച്ച് പറയുക. അത് തന്നെ സ്വാമി എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ മറ്റ് മുമ്പൊക്കെ ക്ഷേത്രങ്ങളിൽ നടക്കുമ്പോൾ ആഘോഷം വാർഷികമൊക്കെ നടക്കുമ്പോൾ 5 ദിവസം 10 ദിവസമൊക്കെ നടക്കും. അങ്ങനെ നടക്കുമ്പോൾ അവരെന്താ ചെയ്യും, ഏതെങ്കിലും കലാപരിപാടികൾ സിനിമാക്കൾ കൊണ്ടിടും. സിനിമ 10 ദിവസം ഫംഗ്ഷനെങ്കിൽ 10 സിനിമ ഇടും. അപ്പോൾ സിനിമയിൽ ദൈവിക സിനിമ 1 2 തരം കാണും, 7 8 സിനിമ വേണ്ടാത്ത സിനിമ കാണും. അപ്പോൾ ഇത് ആദ്യം അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ ഈ ഇത് വാർഷികങ്ങൾ സമയങ്ങളിൽ റെക്കോർഡ് ഇടുമല്ലോ, പാട്ടിടുന്നൊക്കെ സിനിമ പാട്ടുകളിടും. ഇപ്പോൾ അതിനൊക്കെ സ്വാമി ഇരിക്കുന്ന കാലത്ത് തന്നെ സ്വാമി കുറച്ചായിട്ട് പോയി ഈശ്വര കീർത്തനങ്ങളോ അതുപോലത്തുള്ള പാട്ടുകൾ തന്നെ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ കുട്ടികളും പാടുന്നതൊക്കെ മറ്റേ പാട്ടുകളായിരിക്കും. ക്ഷേത്രങ്ങളിൽ അത് ഇടുമ്പോൾ ആ പാട്ടല്ലേ കുട്ടികളും പാടും. ഇപ്പോൾ നമ്മൾ ഈശ്വര പ്രാർത്ഥന പാടെങ്കിൽ ഇപ്പം നമ്മുടെ തക്കല ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ സമയത്ത് 3 ദിവസം രാത്രി പകലായിട്ട് ഹരേ രാമ അഖണ്ഡനാമം ഉണ്ടായിരുന്നു, മഹാമന്ത്ര അഖണ്ഡനാമം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എതിരെ ഇരുന്ന വീട്ടിലുള്ള മാറ്റുമാസത്തെ കുട്ടികളും ഹരേ രാമ പാടാൻ തുടങ്ങി. സോ അപ്പോൾ ഏത് കേൾക്കുന്നോ അതില്ലേ പാടും. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ആശ്രമം മൂലം ആദ്യം ചെയ്ത ഒരു വലിയ സേവനം എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ വേണ്ടാത്ത പാട്ടുകൾ ഇടുന്നത് അല്ലെങ്കിൽ വേണ്ടാത്ത നമ്മുടെ സിനിമാക്കൾ ഇടുന്നതൊക്കെ അത് കുറച്ചു. അപ്പോൾ അതിനു വേണ്ടി എല്ലാ ക്ഷേത്രങ്ങളും സ്വാമി വിളിക്കാതെ തന്നെ പോയി സ്വാമി പ്രഭാഷണം ചെയ്തു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഒരു ഫസ്റ്റ് സ്റ്റേജ്. ഇത്
അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊക്കെ വരും മുമ്പേ നടന്ന കാര്യങ്ങളാണ്. സ്വാമി 45-ലെ വന്നല്ലോ. സോ അപ്പോൾ നടന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വീടുകളിൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പം ഈ കന്യാകുമാരി ജില്ലയിൽ വിശേഷം എന്തെന്ന് വെച്ചാൽ, ഇവിടെ ബന്ധുക്കളിൽ തന്നെ ഹിന്ദുവായിരിക്കും, ക്രിസ്ത്യനായിരിക്കും. സോ ഇപ്പോൾ ഒരു ഹിന്ദു മരിക്കുകയാണെങ്കിൽ അവന് ഏത് വേറെ പ്രാർത്ഥന ഒന്നും അറിയില്ല അവർ. പക്ഷേ അവൻ്റെ ബന്ധു ക്രിസ്ത്യൻ എന്ത് ചെയ്യും, പള്ളിയിൽ നിന്ന് ആൾ കൊണ്ടുവരും. അവരവിടെ പ്രാർത്ഥിച്ചിട്ട് അത് അവരുടെ ഇതുവഴി അവർ അതൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ അതിനു വേണ്ടി ആത്മശാന്തി പ്രാർത്ഥന എന്നൊരു പുസ്തകം ഇട്ടിട്ടുണ്ട്. അതിന് നമ്മുടെ ഓർഗനൈസേഷൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരത് പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് പ്രാർത്ഥന ചെയ്യുമ്പോൾ അപ്പോൾ വേറെ മറ്റവരൊന്നും ഇതിലൊന്ന് ഇടപെടാൻ സാധ്യമല്ല. സോ ഇതൊരു എല്ലാ ജനങ്ങളുടെ ഇടത്തിൽ വളരെ ഒരു ഇതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു നല്ല കാര്യം ഇത് ചെയ്തത് നല്ലത്. അതുപോലെ തന്നെ വിവാഹം, ഗൃഹപ്രവേശം, ഇതുപോലെ മംഗളകാര്യങ്ങൾ നടക്കുമ്പോൾ മംഗളപ്രാർത്ഥന എന്ന് പറയുന്നത്. അതുപോലെ ഈ ക്ഷേത്രങ്ങളിൽ ഈ അവരുടെ ആഘോഷം നടക്കുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ, ഇത് ഈശ്വരചിന്ത ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെ തടഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ആശ്രമത്തിലിരുന്ന് എന്താ ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷനൊക്കെ പോയി അവരോട് ചോദിച്ച് ഈ മതപഠന ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി മത്സരങ്ങൾ നടത്തുക. പേച്ചുപോട്ടി, പാട്ടുപോട്ടി, വിനാടി വിന, ഇതുപോലെ എല്ലാം ഈശ്വര സംബന്ധമായിട്ടുള്ള പാട്ട്, ഈശ്വരത്തിന് അല്ലെ ദേശഭക്തി ദൈവഭക്തിയുള്ള പാട്ട് ഗാനങ്ങൾ മാത്രമേ പാടാൻ അനുവദിക്കൂ. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഈ ഷൊർപ്പളിവിനെന്താ പറയുക, മത്സരത്തിന് വേണ്ടി ഇത് പേച്ചുപോട്ടി, പ്രസംഗ മത്സരം, അതൊക്കെ നമ്മളുടെ ഈ മതപഠന ക്ലാസ്സിലുള്ള ടീച്ചേഴ്സും അല്ലെ ഓർഗനൈസേഴ്സ് ഹെറ്റിങ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഇതുപോലെ ആത്മീയമായിട്ടും ദേശചിന്തനയും ദേശഭക്തിയുള്ളതൊക്കെ കൊടുക്കും. ഇതൊക്കെ നമ്മുടെ ഈ മതപഠന ക്ലാസ് നടക്കുന്നുള്ളത് കൊണ്ടും. അതുപോലെ ക്ഷേത്രങ്ങളിൽ വില്ലുപാട്ട് എന്നൊക്കെ ഉണ്ട്. വില്ലുപാട്ട് പല സ്ഥലങ്ങളിൽ വില്ലുപാട്ട് എന്ത് പറയുന്നു അവർക്ക് മനസ്സിലാകില്ല, നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ അത് പാടും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇതിനൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്താ ചോദിക്കുന്നത്, അഖണ്ഡനാമം ചെയ്യുക. രാവിലെ ഒരു 6 മണിയിൽ നിന്ന് വൈകുന്നേരം 6 മണി വരെ ഒരേ നാമം ചൊല്ലുക. അതുപോലെ ലക്ഷാർച്ചന മനുഷ്യത് ക്ഷേത്രത്തിൽ പൂജാരി ചെയ്യുന്നില്ല. ലക്ഷാർച്ചന ഇവർ ചെയ്യും. ഇവർ ചുറ്റിയിരുന്ന് നമ്മുടെ അധ്യാപകൻ വരാൻ ആ വില്ലേജിലുള്ള ജനങ്ങൾ ചെയ്യും, അർച്ചന ചെയ്യും, നാമം ചൊല്ലും. സോ അഖണ്ഡനാമം, ലക്ഷാർച്ചന, ഇതുപോലെ ഗീതാ പാരായണം, ഗീത 700 ശ്ലോകം ഒരേ ദിവസം പാരായണം ചെയ്യും, തിരുവാസകം മുറ്റോതൽ, അഹവൽ പാരായണം, ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ നമ്മുടെ ഓർഗനൈസേഴ്സും ടീച്ചേഴ്സും ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിപ്പം ജനങ്ങളടുത്ത് നല്ല വരവേൽപ്പുണ്ട്. ഇത് ചെയ്യണം. ഇതുപോലെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും അവരുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ, വാർഷികമൊക്കെ നടക്കുമ്പോൾ ഇതുപോലത്തുള്ള ഇതിനു വേണ്ടി നമ്മൾ അനുസരിക്കും. ഇപ്പോൾ നമ്മളും പോകും, മറ്റ് ആശ്രമങ്ങളിലുള്ളവരും അത് പോയി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ പോയപ്പോൾ ചോദിച്ച ചോദ്യം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, നിന്നെ കാണുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ സ്വാമികൾക്കത് അത്ര വിശ്വാസം വന്നുമില്ല. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഈശ്വരനെ കാണുക എന്ന് പറയുന്നത് സ്വന്തം ഗുരുവിലൂടെയാണ്. ഗുരുവിലൂടെ കണ്ട് ഗുരു തന്നെയാണ് സർവ്വതും, ഈശ്വരനും കാളിയമ്മയും എല്ലാം ഗുരു തന്നെയാണ് എന്നുള്ളൊരു ബോധ്യവും തന്നിലും ഉള്ളത് അത് തന്നെയാണ്, ഗുരു തന്നെയാണ് തന്നിലും ഉള്ളത് എന്നുള്ളൊരു സത്യം ബോധ്യപ്പെടുകയാണ് ചെയ്തത്. നമ്മുടെ അടിസ്ഥാനം നമ്മൾ ശരീരം മാത്രമല്ല, ശുദ്ധബോധം തന്നെയാണ് എന്നുള്ള ഒരു അടിസ്ഥാന തത്വമാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ അനുഭവിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട്, പകർന്നു തരാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിട്ടു. അങ്ങനെയുള്ള ആ ഒരു ഋഷി പാരമ്പര്യം ഫോളോ ചെയ്യുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഈ ഒരു കാലഘട്ടത്ത് നമുക്ക് വേണ്ടി പകർന്നു നൽകുന്ന, ആ തത്വത്തെ പകർന്നു നൽകുന്ന കാലഘട്ടത്ത് എന്തുകൊണ്ടും ചൈതന്യാനന്ദ സ്വാമികളെ പോലുള്ള സന്യാസിമാരുടെ ഒരു പ്രസക്തി അത്രത്തോളമുണ്ട്. കാരണം ധർമ്മം പഠിക്കുകയും ധർമ്മം അനുഷ്ഠിക്കുകയും
ആ ധർമ്മത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന മഹാത്മാക്കൾ വളരെ കുറവാണ്. സ്വന്തം ജീവിതം തന്നെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്ന ഈ സ്വാമി നമ്മുടെ എല്ലാം മാർഗബന്ധു തന്നെയാണ്. ചൈതന്യാനന്ദ സ്വാമിജിയെ നമുക്ക് ഇന്ന് സത്സംഗത്തിനായിട്ട് ലഭിച്ചത് നമ്മുടെ പുണ്യമായിട്ട് കരുതുകയാണ്. അങ്ങയുടെ പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമ്മൾ സാധകർക്ക് വേണ്ടിയിട്ട് അങ്ങക്ക് എന്ത് സന്ദേശമാണ് നൽകാൻ? വിവേകാനന്ദ സ്വാമി പറയുന്നത് കാടുകളിലും മഠങ്ങളിലും കിടക്കുന്ന ഈ വലിയ തത്വങ്ങളെയൊക്കെ എല്ലാ ജനങ്ങൾക്കും കൊണ്ട് ചേർക്കണം എന്നുള്ളത് വിവേകാനന്ദ സ്വാമി പറയുന്നത്. അത് അനുസരിച്ച് തന്നെ നമ്മുടെ ആശ്രമത്തിൽ നിന്ന് മതപഠന ക്ലാസ്സൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ചേർക്കണം. അതിന് നമുക്ക് ധാരാളം പേർ നമുക്ക് വാലണ്ടിയേഴ്സ് തന്നാർവ തൊണ്ടர்களായിട്ട് വരണം. അപ്പോൾ അങ്ങനെ വരാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഗൃഹസ്ഥ കാര്യം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥയായിട്ട്, അതായത് ഒരു 60-65 വയസ്സിന് മുകളിലുള്ളവർ ഈ സേവനം ചെയ്യാൻ ധാരാളം പേര് വരണം. നമ്മൾ അങ്ങനെ നമ്മുടെ ഒவ்வொരു കുടുംബങ്ങളിലും അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. നമ്മുടെ ഹിന്ദു മതത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ധാരാളം പേര് വരട്ടെ എന്നതിൽ ഈശ്വരനെ പ്രാർത്ഥിക്കണം. ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, വിവേകാനന്ദ സ്വാമി ധാരാളം വേണമെന്ന്. ധാരാളം വിവേകാനന്ദ സ്വാമി വേണം, പക്ഷേ അത് എൻ്റെ കുടുംബത്തിലായിരുന്നായിരിക്കരുത്, അടുത്തവൻ്റെ കുടുംബത്തിലായിരുന്നായിരിക്കണം. അങ്ങനെ വിചാരിച്ചാലും എന്തായാലും ധാരാളം പേര് സേവനത്തിന് വരണം എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളും നമ്മുടെ ശാസ്ത്രങ്ങളെ പഠിക്കണം. അത് പഠിച്ചിട്ട് അതുപോലെ നടക്കാൻ നമ്മൾ ശ്രമിക്കണം. അതോടെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഇപ്പോൾ ഉള്ള സ്ഥിതി നോക്കിയാൽ ഹിന്ദുക്കളുടെ ഒരു ശതവീതം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ നമ്മുടെ ശതവീതം കൂടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ഉപത്തിൽ 5 കുട്ടികളെങ്കിലും ജന്മം കൊടുക്കണം, 5 കുട്ടികൾ പറ്റുള്ളൂന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ധാരാളം പേർ, നമ്മുടെ സംഖ്യ കുറയാൻ പാടില്ല. നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ കാര്യങ്ങൾ എടുത്ത് പറയാനും പ്രവർത്തിക്കാനും ആയുസ്സിനെ കംപ്ലീറ്റായിട്ട് അതിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന പലരും വരണം. അതിന് നമുക്ക് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ട് ആരോഗ്യമായി ആനന്ദമായിരിക്കാൻ ഈശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.